ടെക്നോളജി ഒക്കെ വരുന്നതിന് മുമ്പ് വരെ എങ്ങനെയായിരുന്നു നമ്മൾ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന ആ പ്രൊസീജിയർ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അതാണ് കൺവെൻഷണൽ ഡിസൈൻ പ്രൊസീജിയറിന്റെ അർത്ഥം. അപ്പൊ അതിന് മുമ്പ് എങ്ങനെയായിരുന്നു ഈ കമ്പ്യൂട്ടർ ഒക്കെ വരുന്നതിന് മുമ്പ്? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതായിരുന്നു ക്ലാസ്സിൽ. അപ്പൊ ഡിസൈൻ അല്ല, സ്ലൈഡ് ഞാനിപ്പോ കാണിക്കുന്നില്ല, ഞാൻ നിങ്ങളോട് ചോദിക്കുമായിരുന്നു. എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിന്റെ ഡിസൈൻ ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് പോയിന്റിൽ നിന്നാണ്, എന്താണ് അതിന്റെ ആദ്യത്തെ പ്രൊസീജിയർ? ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രോബ്ലം ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് വേറെ സംഭവം ഉണ്ടല്ലോ, എന്തോ അത്? സ്ലൈഡ് കാണാമോ? സ്ലൈഡ് കാണത്തില്ലേ? ഓക്കെ. അപ്പൊ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കഗ്നീഷൻ ഓഫ് നീഡാണ്. ഒരു ആവശ്യകതനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തെടുക്കുക. ഇപ്പൊ നിങ്ങളാണെങ്കിൽ പ്രൊജക്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തുവാ, എവിടെയാണ് കുറവ്, എന്താണ് കുറവ്. നിങ്ങളിപ്പോൾ ഒരു പേപ്പർ, ജേർണലിന്റെ അതൊരു പേപ്പർ വായിക്കുമെന്ന് വെച്ചോ, അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇതിന്റെ അകത്ത് എന്തോ ഒരു സാധനം റിസർച്ച് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടല്ലോ എന്ന് തോന്നും. അതാണ് ആദ്യം ആ നീഡ് റെക്കഗ്നൈസ് ചെയ്യുക. ഓക്കെ. പിന്നെ അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം നിങ്ങൾ ഡിഫൈൻ ചെയ്യും. എന്താണ് അവിടുത്തെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം? ആ നീഡ് ഇതാണ്, പക്ഷെ ആ നീഡ് എങ്ങനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാം, അല്ലെ നീഡ് എങ്ങനെ നമുക്ക് എന്തുവാ ഒരു പ്രൊഡക്റ്റിലോട്ടോ അല്ലെങ്കിൽ ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. അതാണ് ആക്ച്വലി പ്രോബ്ലം ഡെഫിനേഷൻ എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് നമ്മൾ പ്രോബ്ലം ഡിഫൈൻ ചെയ്യും. ഓക്കെ. പിന്നെ സിന്തസിസ്, അതിനനുസരിച്ച് ആ ഡിസൈൻ നമ്മൾ സിന്തസിസ് ചെയ്യും. പിന്നെ അനാലിസിസ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ, ഇത് പിന്നെയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് സിന്തസിസും അനാലിസിസ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ കഴിഞ്ഞ് പിന്നെയും സിന്തസിസിലോട്ട് വരും. നമ്മൾ ആ പ്രൊഡക്റ്റിനെ നമ്മൾ സിന്തസിസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. പല അനാലിസിസുകൾ ചെയ്യും. അനാലിസിസ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു ഒപ്റ്റിമമായിട്ടുള്ള ഒരു ഡിസൈൻ നമ്മൾ എടുക്കും. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പ്രശ്നം കാണും. പിന്നെ വേറെ ടൈപ്പ് അത് പരിഹരിച്ച് അടുത്ത അനാലിസിസ് ചെയ്യും. പിന്നെ അത് ഒപ്റ്റിമൈസ് ചെയ്യും. ഇതൊരു സൈക്കിളാണ്. അവസാനം നമ്മൾ ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നിടം വരെ, അല്ലെങ്കിൽ ഇവാലുവേഷൻ കറക്റ്റ് ആകുന്നതിന് വരെ ഈ പറയുന്ന സൈക്കിൾ കണ്ടിന്യൂ ചെയ്യും. എന്നിട്ടാണ് അവസാനമാണ് ഡിസൈൻ പ്രസന്റ് ചെയ്യുന്നത്, ഈ മാനുഫാക്ചറിങ്ങിനൊക്കെ പോകുന്നതിന് മുമ്പ്. ഓക്കെ. അപ്പം ഇത്രയാണ് ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. മിക്കവാറും ചോദിക്കുന്നത് കമ്പയർ ദ കൺവെൻഷണൽ ഡിസൈൻ പ്രൊസീജിയർ ആൻഡ് ദ ക്യാഡ് എന്ന കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ പ്രൊസീജിയറും കൺവെൻഷണൽ ഡിസൈൻ പ്രൊസീജിയറും കമ്പയർ ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ. അപ്പം അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കും എക്സ്പ്ലെയിൻ ദ കൺവെൻഷണൽ ഡിസൈൻ പ്രൊസീജിയർ. അപ്പം ഇത് വേണം വരച്ചു വെക്കാനായിട്ട്. മനസ്സിലായോ? ആർക്കെങ്കിലും ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഓക്കെ. കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? വെൽക്കം സർ. ഓക്കെ. അപ്പം ഇതതിൻ്റെ എല്ലാത്തിൻ്റെ എക്സ്പ്ലനേഷൻ ആണെന്നേ ഉള്ളൂ. ഞാനിപ്പം പറഞ്ഞ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. റെക്കഗ്നീഷൻ ഓഫ് നീഡ്, ഒരു എക്സിസ്റ്റൻസ് ഓഫ് പ്രോബ്ലംസ്. പിന്നെ പ്രോബ്ലം നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ സ്പെസിഫിക് ആയിട്ട് പോകും. ഓക്കെ. സ്പെസിഫിക് ആയിട്ട് പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോബ്ലത്തിൻ്റെ ഫിസിക്കലും ഫങ്ഷണലുമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യും. അതായത് ഇപ്പം എന്തുവാ അതിപ്പോൾ എങ്ങനെ പറയുക, ഈ ഫിസിക്കൽ ആൻഡ് ഫങ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്നാണ് നമ്മൾ മെക്കാനിസംസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ. അല്ലെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷമാണ് കോസ്റ്റ് നമ്മൾ ഇത് ചെയ്യും. നമുക്ക് കൂടിയ കോസ്റ്റിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാം, കുറഞ്ഞ കോസ്റ്റിലും പ്രോഡക്റ്റ് ഉണ്ടാക്കാം. പക്ഷേ കൂടിയ കോസ്റ്റിൽ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും മേടിക്കുമോ? അത് ഇല്ല. അല്ലെങ്കിൽ മേടിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും. ആ ഒരു ബ്രാൻഡിലുള്ള ആൾക്കാർ മാത്രമേ. നമുക്ക് അറിയാം, കാറ് നമുക്ക് 5 ലക്ഷം 4 ലക്ഷം രൂപയ്ക്കും കാറ് കിട്ടും, കോടിക്കണക്കിന് രൂപയ്ക്കും കാറ് കിട്ടും. അപ്പോൾ അതിനെ ഡിഫൈൻ വ്യത്യസ്തമാക്കുന്നത് എന്തുവാണ്? അതിൻ്റെ അത് ഈ പറഞ്ഞിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ തന്നെയാണ്. ഫിസിക്കലും ഫങ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. മെയിനായിട്ട് സാധാരണക്കാർ നോക്കുന്നത് കോസ്റ്റ് ആയിരിക്കും. ക്വാളിറ്റിക്ക് നമ്മൾ വലിയ മുൻഗണന ഇപ്പോഴൊക്കെയാണ് കൊടുത്തു തുടങ്ങിയത്. കൊടുക്കുന്നില്ല എങ്കിൽ എപ്പോഴും കോസ്റ്റ് തന്നെയായിരുന്നു. ഓക്കെ. അപ്പം പ്രോബ്ലം ഡിസൈൻ ചെയ്ത് ഈ സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണ് ഓരോ പ്രൊഡക്റ്റുകളും. നമ്മളെപ്പോഴും ഓട്ടോമൊബൈൽ സെക്ടർ എടുത്തു കഴിഞ്ഞാൽ മതി. ഓട്ടോമൊബൈലിൻ്റെ ഒരു കമ്പനിയുടെ തന്നെ പലതരം പല ക്വാളിറ്റിയിലുള്ള സബ് കമ്പനികളുണ്ടാവും. നിസാൻ്റെ എടുത്തു കഴിഞ്ഞാൽ റെനോയും ടാറ്റ്സണും എല്ലാം ഉണ്ട്. സോ അതൊക്കെ ഓരോരോ റേഞ്ചിലുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്. ഓക്കെ. ടാറ്റ്സിൻ്റെ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഒരു 8 ലക്ഷത്തിനോ അല്ലെങ്കിൽ 7 ലക്ഷത്തിനോ വണ്ടിയിലുള്ള വണ്ടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ. അതുപോലെ തന്നെ നിസാൻ്റെ ഇപ്പോഴാണ് ഒരു 6 ലക്ഷം രൂപയുടെ ഒരു വണ്ടിയൊക്കെ അവർ ഇറക്കിയിരിക്കുന്നത്. സോ ഇതെല്ലാം ആണ് ആക്ച്വലി നമ്മൾ പ്രോബ്ലം ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോബ്ലത്തിനനുസരിച്ചാണ്. കാരണം
എക്സാം വിചാരിച്ചപ്പോൾ മിക്കവാറും വിചാരിച്ചപ്പോൾ ആൾക്കാരിൽ കൂടുതൽ മാസമായിട്ടുള്ള ഒരു ക്രൗഡിലോട്ട് നമ്മുടെ പ്രൊഡക്റ്റ് എത്തണമെങ്കിൽ നമ്മൾ കോസ്റ്റ് കുറയ്ക്കുകയും ചെയ്യണം, ക്വാണ്ടിറ്റി അതിനനുസരിച്ച് ശകലം ഉണ്ടാകുകയും ചെയ്യണമെന്ന് മാത്രമായിരിക്കും ചിന്തിച്ചത്. ഓക്കെ, ഞാൻ എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഓക്കെ, പിന്നെയാണ് സിന്തസിസ് ആൻഡ് അനാലിസിസ്. സിന്തസിസ് ആൻഡ് അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ കൺസെപ്റ്റലൈസ് ചെയ്യും നമ്മുടെ പ്രൊഡക്റ്റിനെ. അതായത് പ്രൊഡക്റ്റ് ഏത് രീതിയിൽ വേണം, എന്തായിരിക്കണം, അതിൻ്റെ മെക്കാനിസംസ് എങ്ങനെ ആയിരിക്കണം, ഏത് മെറ്റീരിയൽ ഉപയോഗിക്കണം, അതിൻ്റെ കോസ്റ്റ് എങ്ങനെ ആയിരിക്കണം എന്നൊരു ജനറൽ കൺസെപ്റ്റലൈസേഷൻ ചെയ്യും. ആ കൺസെപ്റ്റലൈസേഷനിൽ നിന്നാണ് നിങ്ങൾ ഈ കമ്പ്യൂട്ടറിൽ വരയ്ക്കുന്ന മോഡലിംഗ് വരുന്നത്, അതായത് ജോമെട്രിക്കലായിട്ടുള്ള മോഡലിങ്ങിലോട്ട് നമ്മൾ പോകുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഓൾറെഡി നമ്മുടെ വിചാരം ഒരു ഡിസൈൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞ ഒരു സാധനം വരയ്ക്കുന്നത് മാത്രമാണെന്നാണ് പ്രധാനമായിട്ടുള്ള വിചാരം. ഞാനും അങ്ങനെയാണ് കുറേ കാലം വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ അത് വളരെ മിസ്കൺസെപ്ഷനാണ്. അതിന് ബാക്ക്ഗ്രൗണ്ടിൽ ഒത്തിരി കാര്യങ്ങൾ നടന്നിട്ടാണ് നമ്മുടെ കയ്യിൽ ഒരു ജോമെട്രി എത്തുന്നത്. ആ ജോമെട്രി നമ്മൾ ജസ്റ്റ് കുറച്ച് ടോളുകൾ ഉപയോഗിച്ച് സോഫ്റ്റ്വെയർ വരയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതല്ല CAD. ഓക്കെ, അപ്പോൾ അതിൻ്റെ ജോമെട്രിക്കൽ ഡിസ്ക്രിപ്ഷൻ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ അനാലിസിസ് ചെയ്യും. ഏതൊക്കെ തരം അനാലിസിസ് ഉണ്ടെന്നാണ് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്, ഓർക്കുന്നുണ്ടായിരുന്നു. പലതരം അനാലിസിസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പ്രധാന അനാലിസിസുകൾ ഏതൊക്കെയാണ്? ഹലോ ടിവിനെ, മിലൻ, ഗൗതം, ഹലോ, ആർക്കും കേൾക്കത്തില്ലേ ഇപ്പൊ? കേൾക്കാം സാർ. റെസ്പോൺസ് ഒന്നും ഇല്ലാത്ത മിലൻ ഉണ്ടോ? ഇല്ലാത്ത മിലൻ ഇല്ല. ടിവിനുണ്ടോ? ടിവിനില്ല. സുവിനെ കേൾക്കാമോ? സുവിനെ, ഹലോ സാർ. സുവിനെ, ഏതൊക്കെ അനാലിസിസുകളാണ് നമ്മൾ പഠിച്ചേക്കുന്നത്? എന്തോ കേട്ടില്ല. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ കുറേ ടൈപ്പ് അനാലിസിസുകളെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. ഏതൊക്കെ അനാലിസിസുകളാണത്? സാർ ഓർക്കുന്നില്ല. അതൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പൊ നമ്മൾ സിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഫിസിക്കലി നടക്കുന്ന ആ ഒരു സാധനത്തിനെ നമ്മൾ ആനിമേറ്റ് ചെയ്യുന്നു. ആനിമേഷൻ നമുക്ക് പ്രോപ്പർലി പറയാൻ പറ്റില്ല. ആനിമേഷനൊക്കെ ചുമ്മാ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ, മൂവ്മെന്റ്സ്. എന്താ അനാലിസിസോ? ഫോഴ്സ് അനാലിസിസോ? കറക്റ്റ് ആണ്. ഫോഴ്സ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫോഴ്സ്, ഡിഫ്ലക്ഷൻ, ഈ അനാലിസിസുകളെല്ലാം നമ്മൾ ചുരുക്കി സ്ട്രക്ചറൽ അനാലിസിസ് എന്ന് പറയും. മനസ്സിലായോ? പിന്നെ ഈ ടെമ്പറേച്ചർ ബേസ് ചെയ്തുള്ളതിന് തെർമൽ അനാലിസിസ് എന്ന് പറയും. ഹീറ്റ് ട്രാൻസ്ഫർ, ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ടുള്ള ടൈപ്പ് അനാലിസിസ് ഉണ്ട്. പിന്നെ നമ്മൾ കാറും എയറോപ്ലെയിനും ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ എയറോഡൈനാമിക് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്. എയറോഡൈനാമിക്സ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിന് CFD ആണ് നമ്മൾ ചെയ്യുന്നത്, കമ്പ്യൂട്ടറൈസ്ഡ് ഫ്ലൂയിഡ് ഡൈനാമിക്സ്. ഓക്കെ, ഇപ്പം പ്രധാനമായിട്ട് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞു തന്നതാണ്. നിങ്ങളിപ്പം നല്ലൊരു ജോലി കിട്ടുവാണെങ്കിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും നല്ല കമ്പനി കിട്ടുവാണെങ്കിലും മാനുഫാക്ചറിങ് അല്ലാതെ ചെയ്യാൻ പോകുന്ന ജോബ് മിക്കവാറും ഇങ്ങനത്തെ മോഡലിങ്ങും അനാലിസിസും ഒക്കെ തന്നെയായിരിക്കും. ഓക്കെ, ഒരു ഡിസൈൻ എഞ്ചിനീയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് അനലൈസർ ഒക്കെ ആയിരിക്കും. സ്ട്രെസ് എവിടെയാണ് ഇൻക്രീസ് ചെയ്യുന്നത് കണ്ടുപിടിക്കുക, അതിനെ മെഷീൻ. ഞാനൊരു പടം കാണിച്ചു തന്നില്ലായിരുന്നു ലാസ്റ്റ് ക്ലാസ് സ്ലൈഡിൽ? ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു സ്ലൈഡ് കാണിച്ചു തന്നില്ലായിരുന്നു? ഇത് നോക്കിയാൽ കാണാം. കണക്റ്റിംഗ് റോഡിന്റെ ഒരു പടം. ഈ പടം കണ്ടോ? അപ്പം ഈ കണക്റ്റിംഗ് റോഡിന് ഇങ്ങനെ നമ്മൾ കണക്റ്റിംഗ് റോഡ് ജോമെട്രിക്കലി നമ്മൾ വരച്ചിട്ട് അതിന് വേണ്ട പ്രോപ്പർട്ടീസ് കൊടുക്കുക. ഏത് മെറ്റീരിയലാണ്, ആ മെറ്റീരിയലിന്റെ എന്തുവാണ്, മെറ്റീരിയലിന് പലതരം പ്രോപ്പർട്ടികൾ ഉണ്ടല്ലോ. ഏത് ടൈപ്പ് മെറ്റീരിയലാണ്, ഐസോട്രോപിക് ആയിട്ടുള്ള സാധനമാണോ, പിന്നെ അതിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അല്ലെ അൾട്ടിമേറ്റ് സ്ട്രെസ്, അതിന്റെ സ്ട്രെങ്ത്, അതിന്റെ പോയിസൺസ് റേഷ്യോ, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഒറിജിനൽ പ്രോഡക്റ്റ് പോലെ തന്നെയായിരിക്കും നമ്മൾ ഈ വരയ്ക്കുന്നത് ബിഹേവ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് നമുക്കറിയാവുന്ന രീതിയിലുള്ള പോസിബിൾ ഫോഴ്സസും സ്ട്രെസ്സും എല്ലാ ബൗണ്ടറി കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഈ പറയുന്ന ഒരു പടം. ചിലപ്പോൾ ഡിഫ്ലക്ഷൻ്റെ പടമായിരിക്കാം, ചിലപ്പോൾ ഇത് തെർമൽ പ്രിന്റിന്റെ പടമായിരിക്കും, ടെമ്പറേച്ചർ റൈസ് ചെയ്ത പടമായിരിക്കാം. ഓക്കെ, ഇതിങ്ങനെ കൂടുതൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നതായിരിക്കാം കാണിക്കുന്നത്, അല്ലെങ്കിൽ ഡിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കും കാണിക്കുന്നത്. ഇതേത് പടമാണെന്ന് എനിക്കറിയില്ല. ബട്ട് എനിവേ, നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളാണ് കിട്ടുന്നത്.
ഓക്കെ, അപ്പൊ അതാണ് ആക്ച്വലി ഈ അനാലിസിസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾ എപ്പോഴും ഇപ്പം തന്നെ ഒക്കെ തപ്പി നോക്കണം. ഇന്ന് തന്നെ പറ്റുമെങ്കിൽ ക്ലാസ് കഴിയുമ്പോൾ തപ്പി നോക്കൂ എന്താണ് ഈ CFD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ എന്താണ് FEA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജസ്റ്റ് ഒന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ പിടികിട്ടും. ഓക്കെ, സോ എന്നിട്ട് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യും. ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യത്തിന് വേണ്ടത്, അതായത് കൂടുതലും വേണ്ട കുറവുമല്ല, കറക്റ്റ് ആയിട്ടുള്ള ലെവലിൽ, അതായത് സേഫ് ആയിട്ടുള്ള ഒരു സോണിൽ നമ്മൾ അതിൻ്റെ മെറ്റീരിയലും സ്ട്രെങ്തും എല്ലാം ഡിസൈൻ വെച്ച് നമ്മൾ ആ പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്യുന്നതിനാണ് ഈ ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം വലിയൊരു ഇപ്പം 10 പേരെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് 10 പേരെ കൊണ്ടുപോകാനായിട്ട് മാത്രമുള്ള ഒരു വണ്ടി മതി, അല്ല വലിയ ബസ്സിന് വേണേലും കൊണ്ടുപോകാം. പക്ഷെ ബസ്സിന് കൊണ്ടുപോകുകയാണെങ്കിൽ അതിന് വേണ്ട എനർജി നമുക്ക് ആവശ്യമായിട്ട് വരും കൂടുതൽ. ഓക്കെ, പക്ഷെ 10 പേരെ കൊണ്ടുപോകാനുള്ള ഒരു വണ്ടി മാത്രം മതി നമുക്ക്. അപ്പോൾ അത് ഒപ്റ്റിമൈസ് ചെയ്ത് നമ്മൾ മേടിക്കുന്ന ഒരു വാഹനം എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, അപ്പം ഇതാണ് സിന്തസിസ് ആൻഡ് അനാലിസിസ്. ഈ പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരുമിപ്പിച്ച് നമ്മൾ കൊണ്ടുവരിക, സിന്തസിസ് ചെയ്തെടുക്കുക. ഓക്കെ, പിന്നാണ് ഇവാലുവേഷൻ. ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ അത് പഠിച്ചിട്ടുള്ള എന്തുവാ പ്രോട്ടോടൈപ്പ്? എന്താ പ്രോട്ടോടൈപ്പ്? ആക്ച്വൽ മോഡൽ ഡിസൈൻ ചെയ്ത ആ മോഡൽ ഇതിനെയാണ് പറയുന്ന പേരാണ് പ്രോട്ടോടൈപ്പ്. അപ്പം നമ്മൾ ഏതൊരു പ്രൊഡക്റ്റും ഡിസൈൻ ചെയ്യുമ്പോൾ പ്രോട്ടോടൈപ്പ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ആ പ്രോട്ടോടൈപ്പ് എല്ലാം സക്സസ്ഫുൾ ആണെങ്കിൽ മാത്രമേ നമ്മൾ പിന്നെ അതിൻ്റെ മാസ് പ്രൊഡക്ഷനിലോട്ടൊക്കെ പിന്നെ പോകത്തുള്ളൂ. അപ്പം പ്രോട്ടോടൈപ്പ് നമ്മൾ ഇതിനനുസരിച്ച് ഡിസൈൻ എല്ലാം ചെയ്ത് പിന്നെ മാനുഫാക്ചറിങ്ങിനൊക്കെ പോയി പ്രോട്ടോടൈപ്പ് അങ്ങനെ നമ്മൾ ഡിസൈൻ എടുത്തിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, അല്ലെ പ്രോട്ടോടൈപ്പിന് നമ്മൾ ഡിസൈൻ സിമുലേറ്റ് ചെയ്തെടുക്കും ശരിയായിട്ടുള്ള മാനുഫാക്ചറിങ്ങിന് പോകുന്നതിന് മുമ്പ്. എന്നിട്ട് അതിൻ്റെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തുവാന്ന് എല്ലാവർക്കും. ക്വാളിറ്റി, റിലയബിലിറ്റി, ഓപ്പറേറ്റിംഗ് പെർഫോമൻസ്, ഇതിൻ്റെ എല്ലാം അർത്ഥം മനസ്സിലാക്കണം. എന്തോ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസ്തത. അതെല്ലാം പറഞ്ഞു. അത് തന്നെ സർ. അത് എത്രത്തോളം വിചാരിക്കുന്ന രീതിയിൽ പെർഫോമൻസ് കിട്ടും. റിലയബിൾ ആണ്. നമ്മളിപ്പോ ഒരു കാർ ഇപ്പൊ റിലയബിൾ അല്ലെങ്കിൽ നമുക്ക് കാർ ഓടിക്കാൻ പറ്റത്തില്ല. ഇന്ന് ഓടിയ കാർ നാളെ ഓടത്തില്ല എങ്കിൽ നമ്മൾ കാർ മേടിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ റിലയബിൾ ആണ് അതിന്റെ എഞ്ചിൻ അല്ലെങ്കിൽ അതിന്റെ വാഹനത്തിന്റെ കണ്ടീഷൻസ്, ടോട്ടലായിട്ടുള്ള സ്ട്രക്ചർ, അത്രേ ഉള്ളൂ. കിട്ടിയോ? പിന്നെ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ്. സോ ഈ കാര്യങ്ങളെല്ലാം വെച്ച് നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ടേ നമ്മളതിന്റെ ഡോക്യുമെന്റേഷൻ, ഡ്രോയിങ്ങിന്റെ ഡോക്യുമെന്റേഷനും മെറ്റീരിയൽ സ്പെസിഫിക്കേഷനും, ബോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയും. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് പ്രസന്റ് ചെയ്യും. അപ്പം ഇത്രയുമാണ് കൺവെൻഷണൽ ആയിട്ടുള്ള ഡിസൈൻ പ്രൊസീജിയർ. ഇതിനകത്തുനിന്ന് ചെറിയ ചേഞ്ചസ് നമ്മൾ ഈ CAD വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് വരുന്നുള്ളൂ. ഈ സിന്തസിസ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും എല്ലാം നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസും പ്രോഗ്രാംസും സോഫ്റ്റ്വെയർസും യൂസ് ചെയ്യും. അതാണ് കൺവെൻഷനും CADും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പം കൺവെൻഷണൽ ഡിസൈൻ പ്രൊസീജിയർ ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിത്തിങ് അല്ല എന്തെങ്കിലും പറയാനുണ്ടോ? എഴുതേണ്ടവർക്ക് എഴുതാറുണ്ട്. ഇത് അതിനെ കുറേ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഡിസൈൻ പ്രോസസ്. വേണ്ടവർക്ക് വായിച്ചു നോക്കാം. ഞാനത് പതുക്കെ മാറ്റുന്നുള്ളൂ. ഇപ്പം പറഞ്ഞ കാര്യം കുറേ കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ചിലപ്പോൾ എങ്ങനെ ഇത് കൂടുതൽ മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ വേണ്ടി. ഓക്കെ, ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവരും ഇത് വായിച്ചു നോക്കുക. കാണാമോ നിങ്ങൾക്കിത്? അപ്പം നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടത്, ഞാനൊരു ഡിസൈനർ ആണെന്ന് പറയുമ്പോൾ ഞാൻ വരയ്ക്കുന്ന ആണ് എന്നുള്ളതല്ല, ഒരു മോഡൽ വരച്ചെടുക്കുന്നത് എന്നുള്ളതല്ല. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയാണ് നിങ്ങൾ കോർ സബ്ജക്റ്റുകളൊക്കെ പഠിക്കുന്നത്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, മെറ്റീരിയൽ സയൻസ്, തെർമോഡൈനാമിക്സ്, ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഈ സെമിനറി സബ്ജക്റ്റ്, തിയറി ഓഫ് മെഷീൻസ് അല്ല ഡൈനാമിക്സ് ഓഫ് മെഷീൻസ്. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു സാധനം 3 ഡയമെൻഷനിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെപ്പാടെ 8-10 ടൂളുകളുള്ള ആ ടൂളുകൾ വെച്ച് നമുക്കൊരു മോഡൽ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഒരു ദിവസത്തെ പ്രാക്ടീസോ 2 ദിവസത്തെ പ്രാക്ടീസോ ഒക്കെ മതി. പക്ഷെ അതുകൊണ്ട് നമ്മൾ ഡിസൈനർ ആകത്തില്ല. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അതുകൊണ്ട് എന്താ മീൻ ചെയ്യുന്നത് മനസ്സിലാക്കണമെങ്കിൽ ഈ പറയുന്ന കൺസെപ്റ്റുകളിലൊക്കെ അറിഞ്ഞിരിക്കണം.
അപ്പൊ അതും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആക്ച്വലി ഈ എഞ്ചിനീയർ എന്ന് പറയുന്ന ടാഗിന് അർഹതയുള്ളൂ നമുക്ക് എല്ലാവർക്കും. അല്ലെ നമ്മൾ ജസ്റ്റ് ഗ്രാജുവേറ്റ് എന്നേ ഉള്ളൂ, നോട്ട് എഞ്ചിനീയേഴ്സ്. ഓക്കെ, സോ ഇത് വായിച്ചു കഴിയുമ്പോൾ പറയുക, ഞാൻ മാറ്റാം. ഇവിടെ യൂട്യൂബിലൊക്കെ ഒത്തിരി നല്ല ചാനലുകളുണ്ട്, അതൊക്കെ ചുമ്മാ ഇരിക്കുമ്പോൾ കാണുക, വായിക്കുക. ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. നിങ്ങൾ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഷോണിനോട് ഞാൻ ചോദിക്കുന്നത്, ഷോണിനോട് അത്യാവശ്യം നല്ലപോലെ മാർക്ക് മേടിക്കുന്നവരാണ്. നിങ്ങൾ ഈ സബ്ജക്റ്റില് ഈ സാറന്മാർ പറയുന്ന ടെക്സ്റ്റുകൾ അല്ലാതെ വേറെ ഏതെങ്കിലും ടെക്സ്റ്റുകൾ വായിക്കാറുണ്ടോ? സർ സിലബസിലുള്ള ടെക്സ്റ്റ് മാത്രമേ നോക്കാറുള്ളൂ. സിലബസിലുള്ള ടെക്സ്റ്റ് മാത്രമേ വായിക്കാറുള്ളൂ? നിങ്ങൾ ആക്ച്വലി മനസ്സിലാക്കേണ്ട ഈ സിലബസും ഈ പറഞ്ഞേക്കുന്ന സാധനങ്ങൾ നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് മാർക്ക് വേണം, നല്ലൊരു 85 മാർക്കൊക്കെ വേണം. പക്ഷെ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ കുറേ കൂടെ നല്ല ഡീപ്പായിട്ടുള്ള രീതിയിലുള്ള വായനകൾ വേണം. അതിന് വേറെ നല്ല ടെക്സ്റ്റുകൾ വായിക്കണം. അത് സാർമാർക്ക് അടുത്ത എൻഡ് നിങ്ങൾ ജയിക്കണമെന്നായിരിക്കാം. കാരണം എല്ലാവർക്കും നിങ്ങൾക്കും അതാണ് വേണ്ടത്, സർട്ടിഫിക്കറ്റ് കിട്ടണം, ജയിക്കണം. ഞാനിത് എല്ലാവരോടും കൂടെ ഇപ്പം പറയുന്നത്, ചോദ്യം ചോദിച്ചത് അവരോട് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഓരോ സബ്ജക്റ്റും എടുത്ത് വായിക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ശരിയായിട്ടുള്ള മീനിങ്ങുകളും അല്ലെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ ആപ്ലിക്കേഷനും ഒക്കെ ശരിക്കും പിടികിട്ടത്തുള്ളൂ. ഓക്കെ, അല്ലാതെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു 2-3 ടെക്സ്റ്റ് ഞാനും പറയും എളുപ്പം പെട്ടെന്ന് പഠിക്കാൻ എയർ വോക്കാണ് എളുപ്പം. എയർ വോക്കിൻ്റെ അത് നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് 45, 50, 60 മാർക്ക് എന്തായാലും കിട്ടുമായിരിക്കും. മാർക്ക് ഒരു ഫാക്ടർ ആണെങ്കിൽ പോലും അതുകൊണ്ട് കാര്യമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചു വന്നത്. കാരണം അറ്റ് ദ എൻഡ് നമ്മൾ എഞ്ചിനീയർ ആകുന്നത് എങ്ങനെ, നമുക്കിതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ. ജനറലായിട്ടുള്ള ആ പെർസെപ്ഷനിൽ നിന്ന് നിങ്ങൾ മാറണം. എന്തെങ്കിലും ഒരു ജോലി ചെയ്താൽ മതി എന്നുള്ളതല്ലാതെ സത്യം നിങ്ങൾ എപ്പോഴും മാറി ചിന്തിക്കണമെന്നാണ് ഞാൻ മീൻ ചെയ്യുന്നത് കേട്ടോ. മനസ്സിലായോ? സാർ ചില ടെക്സ്റ്റ് ബുക്സ് ആണെങ്കിൽ ചുമ്മാ ഗ്രാമർ കൂട്ടാൻ വേണ്ടി കുറെ വേർഡ്സ് ആഡ് ചെയ്തിടും. അപ്പം സോ അത് വെറുതെ വായിച്ച് സമയം കളയണ്ടെന്ന് വിചാരിച്ചു. അത് വായിക്കണ്ട. നിങ്ങൾ ഓരോ ടെക്സ്റ്റിന്റെ റിവ്യൂസ് ഒക്കെ എടുത്തോ. കാരണം സാറന്മാരോട് തന്നെ ചോദിച്ചാൽ മതി. നിങ്ങളിപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് പറയുകയാണെങ്കിൽ ആ സബ്ജക്റ്റിനെ കുറിച്ച് ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടെക്സ്റ്റുകൾ ഉണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പം ഈ കറണ്ട് ട്രെൻഡുകൾ എന്നല്ല, കറണ്ട് ഡിമാൻഡിങ് ആയിട്ടുള്ള ജോബുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ തപ്പണം. അപ്പോൾ അതിന് വേണ്ട സ്കിൽസ് എന്താണെന്ന് നോക്കണം. അപ്പോൾ ആ സ്കില്ലിന് വേണ്ട അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തപ്പി അതിനനുസരിച്ച് വേണം പഠിക്കാനായിട്ട്. കാരണം അറ്റ് ദ എൻഡ് ഡിഗ്രി കിട്ടിയാലും ഡിഗ്രി കിട്ടിയില്ലെങ്കിലും നമുക്കെല്ലാവർക്കും ജീവിക്കാനായിട്ട് ഒരു ജോബ് വേണം, അല്ലെ ഒരു കമ്പനി നമ്മൾ തുടങ്ങണം. ഓക്കെ, എനിവേ മണി ഏൺ ചെയ്യണം കുറേയൊക്കെ, കൂടുതലല്ലെങ്കിൽ പോലും ആവശ്യത്തിന് വേണ്ടത്. സോ അതിനുവേണ്ടി നമുക്ക് ജോബ് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങളിപ്പം 3rd ഇയർ ആയി, അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ ഫൈനൽ ഇയർ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് പോകും. ഈ കൊറോണ ഒക്കെ കാരണം മിക്കവാറും ഇതെല്ലാം തന്നെ ഓൺലൈനിലായിരിക്കും. പിന്നെ അതുകൊണ്ട് ഇപ്പോഴേ പതുക്കെ ഭാവിനെ കുറിച്ചൊക്കെ ചിന്തിക്കണം. ഏറ്റവും ബെസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ജോബ് എടുക്കുക, ചുമ്മാ ജോബിനെ കുറിച്ച് തപ്പുക. അപ്ലൈ ചെയ്യാൻ വേണ്ടിയല്ല, ജോബിനെ കുറിച്ച് തപ്പിയിട്ട് ജോബിന്റെ ക്വാളിഫിക്കേഷൻസ് നിങ്ങൾ നോക്കുക. അപ്പം ക്വാളിഫിക്കേഷനിൽ കാണും ഇത്ര ഇയർ ഓഫ് എക്സ്പീരിയൻസ് വിട്ടുകളാം, ബാക്കിയുള്ളതൊക്കെ നോക്കണം. എന്നിട്ട് അതിൻ്റെ അകത്ത് 2-3 ക്രൈറ്റീരിയകൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ റെസ്യൂമിയും അല്ലെ നിങ്ങളുടെ സ്കിൽസും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഏതേലും വഴി എങ്ങനെയും പഠിച്ചെടുക്കുക. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴല്ല നമുക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യേണ്ടത്. നിങ്ങളിപ്പോഴേ ഇത് മനസ്സിൽ കണ്ടിട്ട് വേണം അതിനനുസരിച്ച് വേണം പോകാൻ. ഓക്കെ, ഞാൻ ഇനി കത്തിക്കയറി ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാണ്. ബട്ട് സോ ഇത് വായിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, മനസ്സിലായോ? ഇത് ഞാൻ അടുത്ത സ്ലൈഡ് കാണിക്കാം. സോ ഇത് സിന്തസിസ് എന്താണെന്നൊക്കെ കാണിക്കുന്നതേ ഉള്ളൂ. അനാലിസിസ്, ഒപ്റ്റിമൈസേഷൻ എല്ലാം എക്സ്പ്ലനേഷനാണ്.
ഇത് വായിച്ചു കഴിയുമ്പോൾ പറയണേ. ക്യാഡയുടെ ടെക്സ്റ്റ് ഏതാ? ഏതാടാ? ക്യാഡയ്ക്ക് പറഞ്ഞേക്കുന്ന ടെക്സ്റ്റ് ക്യാഡ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എനിക്കൊരു സ്പെസിഫിക് ആയിട്ട് ഒരു ടെക്സ്റ്റ് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല. കാരണം ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വരിക. നിങ്ങൾക്ക് ആദ്യത്തെ 1-2 മോഡ്യൂൾ ജനറൽ ആയിട്ടുള്ള ക്യാഡിനെ കുറിച്ച്, ഫസ്റ്റ് മോഡ്യൂൾ ജനറൽ ക്യാഡിന്റെ അഡ്വാൻറ്റേജ്, ആപ്ലിക്കേഷന്, പിന്നെ അതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഫസ്റ്റ് മോഡ്യൂളിലുള്ളത്. പിന്നെ ക്യാഡ് സോഫ്റ്റ്വെയറുകളുടെ സ്റ്റാൻഡേർഡ്. ഈ സെക്കൻഡ് മോഡ്യൂളും തേർഡ് മോഡ്യൂളിലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തേർഡ് മോഡ്യൂളും ഫോർത്ത് മോഡ്യൂളിൻ്റെ അകത്ത് സെക്കൻഡ് മോഡ്യൂളിൽ ട്രാൻസ്ലേഷൻസ് എന്നൊക്കെ പറയും. അതായത് നിങ്ങളിപ്പം മിററിങ് ചെയ്യുക, അതിന് വേറെ ടെക്സ്റ്റാണ്, ആദ്യത്തിന് വേറെ ടെക്സ്റ്റാണ്. പിന്നെ ഈ 5th മോഡ്യൂളും 6th മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ FEA ആണ്. അതിൻ്റെ ടെക്സ്റ്റ് ഞാൻ തരാം, FEAയുടെ ടെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. അത് ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡാണ്. സോ ആ ടെക്സ്റ്റ് നോക്കിയാൽ ഇതൊന്നും കാണത്തില്ല. സോ ഞാൻ തരുന്ന സ്ലൈഡ് നോക്കുക. പിന്നെ ഞാൻ തരുന്ന ടെക്സ്റ്റ് നോക്കുക ലാസ്റ്റ് 2 മോഡ്യൂളിന്. നമ്മൾ ഏത് ടെക്സ്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല, കാരണം അത് ടെക്സ്റ്റിൽ നിന്നൊന്നും കണ്ടിട്ടില്ല. അതെല്ലാം ഞാൻ ഇന്റർനെറ്റിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ളതാണ്. ഞാൻ ടെക്സ്റ്റ് വല്ലതും കിട്ടുവാണെങ്കിൽ അത് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ ഓക്കെ. ഇത് വായിച്ചു കഴിഞ്ഞു. യെസ് സർ. വായിച്ചു സർ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ജസ്റ്റ് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല പറയണം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത് വായിച്ചു കഴിഞ്ഞോ? യെസ് സർ. പാഠം കാണിക്കാൻ ശരിക്കും കൺവെൻഷനലായിട്ട് ഇവര് കൺവെൻഷണൽ ഡിസൈനിൽ എപ്പോഴും നമ്മൾ ഈ ഡോക്യുമെന്റേഷൻ എല്ലാം പേപ്പറിലും ഡ്രോയിങ് ബോർഡുകളിലും ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു പടം എൻ്റെ ഉണ്ടായിരുന്നു. ഈ ആൾക്കാരിരുന്ന് ബോർഡുകളൊക്കെ ഉപയോഗിച്ച് വലിയ സാധനങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്. ഒരു മിനിറ്റ്, ഈ പടം കാണാമോ നിങ്ങൾക്ക്? ഇല്ല സർ. ഇപ്പൊ കാണാം സർ, ഇപ്പൊ കാണാം. ഈ കണ്ട 2 ആൾക്കാർ വലിയൊരു പേപ്പറിന്റെ മണ്ട കിടക്കുന്നത് കണ്ടോ? സാർ കണ്ടു. അല്ലെങ്കിൽ ഈ പടം നോക്കിയാൽ മതി. സോ കമ്പ്യൂട്ടറൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഇതൊക്കെയായിരുന്നു അവസ്ഥ. കൺവെൻഷനലി നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നത് ഈ പടങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഓരോ തവണ എന്തെങ്കിലും ഒരു, ഇപ്പം നമ്മൾ കൺവെൻഷണൽ ഡിസൈൻ പ്രൊസീജിയറിന്റെ അവസാനം കണ്ടു റീഡിസൈൻ ചെയ്യുമെന്ന്. സിന്തസിസിന്റെ അകത്ത് നമ്മൾ കണ്ടായിരുന്നു
അത് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് റീഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും വായിച്ച് ഭയങ്കര പാടായിരുന്നു. ഇതെല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് അതിനേക്കാളും ബുദ്ധിമുട്ടാണ്. ഒരു ഡിസൈൻ വരച്ച ഒരു പേപ്പർ നശിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡിസൈൻ എവിടുന്ന് കിട്ടും? നമ്മൾ എത്ര കാത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു ലൈഫ് ടൈം കാണുമല്ലോ. ഇപ്പം എന്ന് പറയുന്നത് നമുക്ക് കോപ്പികൾ ഉണ്ടാക്കാം, ക്ലൗഡിൽ സൂക്ഷിക്കാം, എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിച്ചു വെക്കാം നമുക്ക് കാര്യങ്ങൾ. ഓക്കെ, ഞാനത് ജസ്റ്റ് നിങ്ങളെ പടം കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായില്ലേ? സോ ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവെൻഷണൽ ഡിസൈനിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓവറോൾ പ്രൊസീജിയർ ഹൈലി ടൈം കൺസ്യൂമിങ് ആയിരുന്നു, കോസ്റ്റ്ലി ആയിരുന്നു. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം. ഓക്കെ, സോ ഇനി കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനാണ് വരുന്നത്. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ അതിൻ്റെ അകത്തൊന്ന് ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ, പക്ഷേ അത് ഭയങ്കരമായിട്ട് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കാര്യങ്ങളെല്ലാം കോമൺ ആണ്. നമ്മുടെ കൺവെൻഷണൽ ഡിസൈനിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. റെക്കഗ്നിഷൻ ഓഫ് നീഡ്, പ്രോബ്ലം ഡെഫിനിഷൻ, സിന്തസിസ്, അനാലിസിസ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ, ഇവാലുവേഷൻ, പ്രസന്റേഷൻ. അപ്പോൾ ഈ സിന്തസിസിൻ്റെ അകത്ത് നമ്മൾ ഈ ജോമെട്രിക് മോഡലിംഗ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. അത് കമ്പ്യൂട്ടർ എയ്ഡഡ് മോഡലിംഗ് ആണ്. ഈ അനാലിസിസിൻ്റെ അകത്ത് അത് കമ്പ്യൂട്ടർ എയ്ഡഡ് അനാലിസിസുകളാക്കി. ഓക്കെ, കമ്പ്യൂട്ടർ എയ്ഡഡ് അനാലിസിസ്. പിന്നെ ഇതെല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. സോ ഇതുവഴി എന്താ സംഭവിച്ചേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൺസ്യൂം ചെയ്ത ടൈം വളരെയധികം കുറഞ്ഞു. എറേഴ്സ് നമുക്ക് പെട്ടെന്ന് മോഡിഫൈ ചെയ്യാൻ പറ്റി. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കൊരു എക്സ്പെരിമെന്റ് നടത്താനായിട്ട് നമുക്ക് സിമുലേഷൻ ചെയ്യാമെന്നുള്ള ഇത് വന്നു. അതായത് നമ്മളൊരു എക്സ്പെരിമെന്റിലെ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് അത് ടെസ്റ്റ് ചെയ്യുന്നതിന് പകരം നമുക്കത് കറക്റ്റായിട്ട് കമ്പ്യൂട്ടർ സിമുലേറ്റ് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് റിസൾട്ട് അല്ല കിട്ടുക. ദർ ഈസ് സം ലെവൽ ഓഫ് എറർ ഉണ്ട്. ഒരു 10% ഒക്കെ മാക്സിമം നമുക്ക് അലൗ ചെയ്യാവുന്ന ഒരു എറർ ഉണ്ട്. 10 ആണോ 5 ആണെന്ന് അറിയില്ല. 5 ആണെന്ന് തോന്നുന്നു, 10 ആണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഈ ജേർണൽ പേപ്പറുകളിലൊക്കെ 10-20 വരെയൊക്കെ അവർ അലൗ ചെയ്യുന്നതാണ്. ഈ എക്സ്പെരിമെന്റൽ റിസൾട്ടിൽ നിന്ന് വേരി ചെയ്യാവുന്നു. ഓക്കെ, സോ എക്സാക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഒരിക്കലും കിട്ടത്തില്ല, പക്ഷെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത ഒരു നിയർ ബൈ സൊല്യൂഷൻ നമുക്ക് കിട്ടും ഈ പറയുന്ന കമ്പ്യൂട്ടറിൽ നമുക്ക് അനാലിസിസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. സോ അപ്പം ഇതാണ് CAD വന്നത് വഴി നമുക്ക് കൂടുതലായിട്ട് കിട്ടിയേക്കുന്നത്. മനസ്സിലായോ? പിടികിട്ടിയോ? നിങ്ങൾ ഫ്യൂഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂഷൻ്റെ അത് നമുക്ക് ഡിസൈൻ ചെയ്യാനൊക്കെ ഒരു 3 ഡയമെൻഷനൽ മോഡൽ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് ഡ്രാഫ്റ്റ് ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അത് പെട്ടെന്ന് നമുക്ക് ഡ്രോയിങ് ഷീറ്റിലാക്കാനും വളരെ എളുപ്പമാണ്. നിങ്ങളിതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ചെയ്തിട്ടുണ്ടോ? ഓക്കെ, മനസ്സിലാകുന്നില്ലെങ്കിൽ പറയണം. ബ്ലിസ് ഒക്കെ ഉണ്ടോ അതിൻ്റെ അകത്ത്? ആൽവിൻ, ഫിനോ, ജിൻസ്, ബ്ലിസിന് എന്നാ പറ്റി? ബ്ലിസിന് ഫിനോ ഇതിൻ്റെ അകത്തുണ്ടോ? അതോ വണ്ടി എടുത്ത് കറക്കമാണോ? അല്ല സാറേ, ഇവിടെ ഉണ്ട്. ഇത് വണ്ടി എടുത്ത് കറങ്ങാനൊന്നും പോയില്ലേ? ഇല്ല സാറേ, പോയില്ല. ഇനി എന്നാ അത് വൈകുന്നേരം ഉള്ളോ? ഇല്ല സാറേ, അങ്ങനെ ഇല്ല, അവധിയൊക്കെ എടാ കറങ്ങിക്കോടാ, ഞാൻ കറങ്ങുന്നതിന് തന്നെ കളിയാക്കിയതല്ല, ഞാൻ ചോദിച്ചത്. അല്ല സാറേ, ക്ലാസ് ആയോണ്ടേ. ഓക്കെ ഓക്കെ, നീ അത് മോഡിഫൈ ചെയ്ത് എന്നൊക്കെയാ മോഡിഫൈ ചെയ്തേക്കുന്ന വണ്ടിക്കകത്ത്? ഇല്ല സാറേ, അങ്ങനെ ഇല്ല, അങ്ങനെ ചുമ്മാ ഒരു സ്പോയിലർ ഒക്കെ ഉണ്ട്. സ്പോയിലർ ഇതൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് വല്ല ഗുണമുണ്ടോ പെർഫോമൻസിന്? ഒന്നുമില്ലല്ലോ, ഷോ മാത്രമല്ലേ ഉള്ളൂ. ഉള്ളു സാർ. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഉള്ളു സാറേ. സാർ. കിരൺ എസ് കേൾക്കാമോ? കിരൺ, ഹലോ കിരൺ, കിരണേ, കിരൺ പറയുന്നുണ്ടെന്ന് തോന്നുന്നു, ഒന്നും കേൾക്കുന്നില്ല. ഓക്കെ, ഞാനിങ്ങനെ എല്ലാവരും ഉണ്ടോന്ന് വെച്ചാൽ ചെക്ക്ഔട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇന്ന് ആർക്കെങ്കിലും എക്സാം ഉണ്ടോ അതിൻ്റെ അകത്ത്? ഉണ്ട് ആർക്കെങ്കിലും? റോഷൻ ഉണ്ടോ ഇതിൻ്റെ അകത്ത്? ഓക്കെ, കഴിക്കുമായിരുന്നോടാ? അല്ല സാറേ. ഓക്കെ ഓക്കെ, ചോദിച്ചതാ. ഓക്കെ, അപ്പം ഇതാണ് കമ്പ്യൂട്ടർ ഡിസൈൻ. അപ്പോൾ അതിൻ്റെ അകത്ത് ജോമെട്രിക് മോഡലിംഗ്
ആദ്യത്തെ നമ്മൾ ഈ സിന്തസിസിന്റെ അത് ചെയ്യുന്ന ജോമെട്രിക് മോഡലിംഗ് ആണ്. ജോമെട്രിക് മോഡലിംഗ് എന്ന് വെച്ചാൽ എന്താണ് മീൻ ചെയ്യുന്നത്? എന്താണ് ജോമെട്രിക് മോഡലിംഗ് എന്ന് പറഞ്ഞാൽ? ഇവിടെ എഴുതിയിട്ടുണ്ട്, ആരെങ്കിലും ഒന്ന് വായിച്ച. ജെൻസ് എന്തുവാ ജോമെട്രിക് മോഡലിംഗ്? അതെന്ന് വെച്ചാല് മാത്തമാറ്റിക്കൽ ജോമെട്രിക്കൽ അത് ഡിസ്ക്രിപ്ഷൻ. വായിക്കാതെ ജെൻസിന് മനസ്സിലായത് പറ ജെൻസെ. സിവിൽ സർവീസ് ഒക്കെ എഴുതേണ്ടതല്ലേ, സ്വന്തം അഭിപ്രായങ്ങളൊക്കെ പറയേണ്ടതല്ലേ? ഇപ്പോഴേ അത് രൂപപ്പെടുത്തിയത്. ജോമെട്രിക്കൽ മോഡലിംഗ് എന്ന് വെച്ചാൽ നമ്മളൊരു സാധനം ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ ഡയമെൻഷൻസും കാര്യങ്ങളും ഒക്കെ അതിന്റെ ജോമെട്രി നമ്മൾ അനലൈസ് ചെയ്തിട്ട് ചെയ്യുന്ന സംഭവം. അങ്ങനാണോ ജെൻസ്? ഒന്നുകൂടി ഇരുന്ന് ആലോചിച്ചിട്ട് പറ. ജോമെട്രിക് മോഡലിംഗ് ഇവിടെ സ്ക്രീനിൽ കാണാം. ആ കാണുന്നത് ഒന്ന് മനസ്സിലായ രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതി. എന്തോ അത് സർ മെഷർമെന്റ്സും ഒക്കെ എടുത്ത് ഡയമെൻഷൻസും ഒക്കെ ഒരു സോൾഡ് അറിഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ച് നമ്മൾ കമ്പ്യൂട്ടറിൽ ആ ഡയമെൻഷൻസ് വെച്ച് വരയ്ക്കുന്ന 2D 3D മോഡൽസ്. ഓക്കെ. ഷോൺ പറഞ്ഞ പാർഷ്യലി ഒക്കെ കറക്റ്റ് ആണ്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് കറക്റ്റ് അല്ലെങ്കിൽ കറക്റ്റ് ഡയമെൻഷൻ അല്ലെങ്കിലും ഇറ്റ്സ് കറക്റ്റ് ആണ്. അതായത് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സിന്തസിസിന്റെ അത് നമ്മൾ പറഞ്ഞായിരുന്നു ഓൾറെഡി, കൺസെപ്ഷനലൈസ് ചെയ്യുമെന്ന്. നമ്മൾ ഈ ഐഡിയ നീഡിനനുസരിച്ച് നമ്മൾ ഈ പറയുന്ന പ്രോഡക്റ്റിന്റെ കാര്യങ്ങൾ, അത് പ്രോബ്ലംസ് എല്ലാം റെക്കഗ്നൈസ് ചെയ്ത് നമ്മൾ അതിനെ കൺസെപ്ഷ്യലൈസ് ചെയ്യും. അതായത് എങ്ങനെ അത് സോൾവ് ചെയ്യാം എന്നുള്ളതിന്റെ ഇഷ്ടം. അപ്പൊ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ കൺസെപ്ഷ്യലൈസ് ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഡ്രോ ചെയ്ത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയാലല്ലേ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നത് പേപ്പറിൽ ചെയ്യുന്നതിന് പകരം അതിന്റെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ കമ്പ്യൂട്ടറിൽ വരച്ചെടുക്കുക. കമ്പ്യൂട്ടറിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. കമ്പ്യൂട്ടറിനകത്ത് ചെറിയ ചെറിയ പോയിന്റുകളുണ്ട്, പിക്സൽസ് എന്ന് പറയും. അപ്പം കറക്റ്റ് ഇപ്പം ഏറ്റവും താഴെ ലെഫ്റ്റ് കോർണറിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നിടത്ത് 00 ആണെങ്കിൽ ആ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ മണ്ടയിൽ എത്തുമ്പോഴത്തേക്ക് 1000 എത്രയാ 98 × 748 അങ്ങനെ എന്തോ അല്ലേ ഇതിൻ്റെയൊക്കെ ഇത് വരിക, സ്ക്രീൻ ഡിസ്പ്ലേയുടെ ഇത് വരിക. അത്രയും പിക്സൽസ് നമ്മുടെ ഈ സ്ക്രീനിലുണ്ട്. അപ്പം ഈ കറക്റ്റായിട്ട് മിഡിലിൽ ഒരു സാധനം കാണണമെങ്കിൽ ആ മിഡിലിലെ പിക്സലിൽ നമ്മൾ തെളിയിച്ച് കാണിക്കണം. അപ്പം മാത്തമാറ്റിക്കലി ഒരു ലൈൻ വരയ്ക്കണമെങ്കിൽ ആ ലൈനിന്റെ ആ ലൈൻ പോകുന്ന പാസ് ചെയ്യുന്ന ആ പറയുന്ന പിക്സലുകളെല്ലാം തെളിയിച്ച് കാണിക്കുമ്പോഴാണ് നമുക്കൊരു ലൈൻ കാണുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ ഈ പുറത്ത് ഇത് കാണുന്നത് മാത്രമേ ഉള്ളൂ, പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത് അതിന്റെ മാത്തമാറ്റിക്കൽ ഒരു ഇക്വേഷൻ അനുസരിച്ച് അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻഡ് പോയിന്റിലും ഇടയ്ക്കുള്ള പിക്സൽസിനെ എല്ലാം തെളിയിച്ച് കാണിക്കുന്ന ഒരു ഇക്വേഷനാണ് നമ്മൾ കൊടുക്കുന്നത് പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്ക്. സോ അപ്പോൾ അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന ഞാൻ ഇതിന് പറയുന്ന പേരാണ് ജോമെട്രിക് മോഡലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ജോമെട്രിക് മോഡൽ ചെയ്യുന്നത് പല ടൈപ്പ് മോഡലിങ്ങുകളുണ്ട്. വയർ ഫ്രെയിം ഉണ്ട്, സർഫസ് മോഡലിംഗ് ഉണ്ട്. വയർ ഫ്രെയിം ഞാൻ ഇന്നലെ കാണിച്ചു തന്നു, ഭയങ്കര ആംബിഗ്വിറ്റി ആയിരിക്കും, നമുക്കൊന്നും മനസ്സിലാകത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ എഡ്ജസും കുറെ പോയിന്റുകൾ മാത്രമേ കാണത്തുള്ളൂ ഈ വയർ ഫ്രെയിമിന്റെ അകത്ത്. സർഫസ് മോഡലിംഗ് നമ്മൾ ചെയ്യുന്നത് പ്രധാനമായിട്ട് നമ്മുടെ ഈ വാഹനങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ ഓട്ടോമൊബൈലൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ സർഫസ് നമ്മൾ മോഡൽ ചെയ്തെടുക്കണം. അത് ജിൻ ഷീറ്റ് മെറ്റലിലൊക്കെ ടൈപ്പ് മോഡലിങ്ങിനാണ് നമ്മൾ സർഫസ് മോഡലിംഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ സോളിഡ് മോഡലിംഗ് ഉണ്ട്, സോളിഡ് ആയിട്ടുള്ള പാർട്ടുകളൊക്കെ മോഡൽ ചെയ്യാനായിട്ട്. സോ ഇതൊക്കെയാണ്, ഈ ടൈപ്പ് ഒക്കെയാണ് ജോമെട്രിക് മോഡലിംഗ്. ഇപ്പം നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക, വാട്ട് ഡു യു മീൻ ബൈ ജോമെട്രിക് മോഡലിംഗ്? അപ്പം ജോമെട്രിക് മോഡലിംഗിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്കലായിട്ടുള്ള ജോമെട്രിക്കൽ ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ കമ്പ്യൂട്ടറിൽ തെളിയിച്ച് കാണിക്കുന്നതിനെയാണ് ജോമെട്രിക് മോഡലിംഗ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാവുന്ന വയർ ഫ്രെയിം, സർഫസ് ആൻഡ് സോളിഡ് മോഡലിംഗ് എന്ന് പറയുന്ന 3 രീതിയിലാണ് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഫസ്റ്റ് ടൈപ്പാണ് ഈ വയർ ഫ്രെയിം. അതിന് വയർ ഫ്രെയിം ആയിട്ട് ഒരു മോഡൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുറച്ച് സ്പേസ് ഒക്കെ എടുത്താൽ മതി ഒരു കമ്പ്യൂട്ടറിൽ, അല്ല CPU അത്രയും കുറച്ച് വർക്ക് ചെയ്താൽ മതി. സേവ് ചെയ്യേണ്ട ഡേറ്റ വളരെ കുറവായിരിക്കും, പക്ഷെ നമുക്ക് കാണുമ്പോൾ അത്രയും ക്ലാരിറ്റിയോ ക്ലിയറൻസോ മനസ്സിലാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്തെന്ന് പറയുന്നത് ഇമേജ് ഡിസ്പ്ലേ ആൻഡ് മാനിപ്പുലേഷൻ ഓൺ ടെർമിനൽ, ഗ്രാഫിക് ടെർമിനൽ. അതാണ് ഞാനിപ്പം പറഞ്ഞത്. നമ്മുടെ ഈ ഗ്രാഫിക് ടെർമിനൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്ക്രീനാണ്. ഈ സ്ക്രീനിൻ്റെ അകത്ത് പിക്സലുകളുണ്ട്. അപ്പോൾ ഈ പിക്സലുകളെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്തെടുത്താണ് നമ്മൾ ഈ ഇമേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, ഈ വേണ്ട നമ്മളിപ്പോൾ ഓരോ സെക്കൻഡിലും, അതാണ് ഓരോ സെക്കൻഡിലും ഇത് മാറുന്നുണ്ട്. നമ്മൾ ഒരു ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത ഇമേജിലോട്ട് പോകുന്നത് എങ്ങനെയാണ്, അത്രയ്ക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സിംഗ് ആണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത്. ഓക്കെ, അപ്പം പ്രധാനമായിട്ടുള്ള 3 ടൈപ്പ്, അതിനൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഒക്കെ വേണം. അങ്ങനത്തെ ടൈപ്പ് സോഫ്റ്റ്വെയറുകളിൽ ഒന്നാണ് ഈ ഓട്ടോക്യാഡ് അല്ലെ ഓട്ടോഡെസ്കിന്റെ ഫ്യൂഷൻ എന്നൊക്കെ പറയുന്നത്. ഇതുപോലത്തെ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതുപോലെ 100 കണക്കിന് സോഫ്റ്റ്വെയർസ് വേറെ ഉണ്ട്.
പല കമ്പനികളും യൂസ് ചെയ്യും. ഇതൊക്കെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കമ്പനികൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയറുകൾ ഒന്ന് മാത്രമാണ് ഈ ഓട്ടോഡെസ്കിന്റെ സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഇത് ഡ്രോ ചെയ്തെടുക്കുന്ന 3 തരം കമാൻഡുകൾ ഉപയോഗിച്ചാണ്. ഒന്ന് ബേസിക് ജോമെട്രിക് എലമെന്റുകളുണ്ട്. പ്രധാനമായിട്ടുള്ള ജോമെട്രിക് എലമെന്റുകൾ എന്ന് പറയുന്നത് പോയിന്റുകളാണ്. ഓരോ പിക്സലിനെ നമുക്കൊരു പോയിന്റായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കുറേ പോയിന്റുകൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ലൈൻ ആകും. കുറേ ലൈനുകൾ നമ്മൾ അതായത് ഒരു 1 ഡയമെൻഷനിൽ ഇതാവും. കുറേ 1 ഡയമെൻഷണൽ ലൈനുകൾ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താവും, ഒരു 2 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു റെക്ടാങ്കുലർ ഷേപ്പ് കിട്ടും. അങ്ങനത്തെ കുറേ എണ്ണത്തിനെ നമ്മൾ വേറൊരു ആക്സിസിലോട്ട് കൊണ്ടുവരുമ്പോൾ 3 ഡയമെൻഷനിൽ കിട്ടും. നിങ്ങൾ ബൈജുവിൻ്റെ ഒക്കെ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കാണുന്നതല്ലേ. സോ അതിൻ്റെ അകത്ത് പിള്ളേരെ എക്സ്പ്ലെയിൻ ചെയ്യിക്കുന്ന ഈ പറയുന്ന രീതിയിലാണ് ഞാൻ എക്സാമ്പിളിന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇതാണ് ബേസിക് ആയിട്ടുള്ള ജോമെട്രിക് എലമെന്റുകൾ ഉപയോഗിച്ച് നമ്മൾ ജനറേറ്റ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ട്. അതായത് ഈ ബേസിക് ആയിട്ടുള്ള ഇതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്തെടുക്കും. അതായത് അതിനെ നമ്മൾ മാറ്റിയെടുക്കും. ഒന്നുകിൽ സ്കെയിൽ ചെയ്യും. സ്കെയിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 1:1 എന്ന് പറയുന്ന രീതിയിലുള്ള റേഷ്യോയിലുള്ള ഒരു സാധനം 1:2 എന്നോ 1:4 എന്നോ റേഷ്യോയിലായിട്ട് നമ്മൾ അതിനെ ഇൻക്രീസ് ചെയ്യും. അതായത് 4 മടങ്ങായിട്ട് അതിനെ ഇൻക്രീസ് ചെയ്യിക്കും. പിന്നെ ചിലപ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കും, ഇന്ന ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യിക്കും. പിന്നെ ഈ പറയുന്ന എലമെന്റുകളെല്ലാം കൂടെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പ് കമാൻഡുകൾ ഉപയോഗിച്ചാണ് പ്രധാനമായിട്ടും നമ്മൾ ജോമെട്രിക് മോഡലിങ് നിങ്ങൾ കമ്പ്യൂട്ടറിൽ അല്ലെ ഫ്യൂഷൻ്റെ അകത്ത് അല്ലെ ഓട്ടോഡെസ്കിൻ്റെ ഓട്ടോക്യാഡിൻ്റെ അകത്തൊക്കെ നിങ്ങൾ ഡ്രോ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ കിട്ടുന്നുണ്ടോ? മനസ്സിലായോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അപ്പം ഈ പറയുന്ന കമാൻഡുകളൊക്കെ ഒരു ഡേറ്റയായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇതെല്ലാം ഡേറ്റയാണ്. എല്ലാം നമ്മൾ ഈ പ്രോഗ്രാമിന്റെ ഈ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഡേറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെല്ലാം കുറേ പ്രോഗ്രാംസിന്റെ അല്ലെ കുറേ കോർഡിനേറ്റുകളുടെ ഇതൊക്കെ ആയിരിക്കും കാണുന്നത്. അത് നമുക്ക് എഡിറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് തന്നെ റീകോൾ ചെയ്തെടുക്കാം. സോ അപ്പം ഇതാണ് ജോമെട്രിക് മോഡലിംഗ് എന്ന് ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പിന്നെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അടുത്തത് ചെയ്യുന്നതാണ് എഞ്ചിനീയറിംഗ് അനാലിസിസ്. ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. സ്ട്രക്ചറൽ, തെർമൽ, ഇലക്ട്രോ മാഗ്നറ്റിക് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ്. അപ്പം അത് ചെയ്യാനായിട്ടുള്ള ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ് എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? ഈ ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ട്രക്ചറൽ അനാലിസിസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാത്തമാറ്റിക്കലായിട്ടുള്ള ഒരു രീതിയാണ് ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ അപ്രോക്സിമേറ്റ് സൊല്യൂഷൻസ് എപ്പോഴും കിട്ടത്തുള്ളൂ ഈ പറയുന്ന അനാലിസിസുകൾ വഴി. അതായത് ഒറിജിനലായിട്ട് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയൊരു ലാർജ് ബീമിന് നമ്മളൊരു ഇത്ര ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എത്രത്തോളം ഡിഫ്ലക്ഷൻ വന്നു എന്ന് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇക്വേഷൻ വഴി ചിലപ്പം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം ഒരു ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അതിൻ്റെ അകത്ത് എത്ര പാർട്ടിക്കിൾ ഉണ്ട്? ഇൻഫൈനൈറ്റ് എമൗണ്ട് ഓഫ് പാർട്ടിക്കിൾ ഉണ്ട്. നമുക്കതിനെ ചെറുതാക്കി പോയാലും നമുക്ക് ഇൻഫൈനൈറ്റ് ആയിട്ട് വരെ ചെറുതാക്കാൻ പറ്റും. അപ്പോൾ അതിനെ നമ്മൾ ഫൈനൈറ്റ് ആയിട്ട് ചെറുതാക്കും. ചിലപ്പോൾ ഒരു 10 പാർട്ടിക്കിളായിട്ട് ചെറുതാക്കി അതിനെ നമ്മൾ സോൾവ് ചെയ്ത് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഫൈനലായിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അതാണ് ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ്. ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള എലമെന്റുകളായിട്ട് ഇതിനെ എല്ലാം ഡിവൈഡ് ചെയ്യും. പിന്നെ വേറൊരു ടൈപ്പ് അനാലിസിസ് ആണ് ഫൈനൈറ്റ് വോളിയം അനാലിസിസ് എന്ന് പറയും, അല്ലെ ഫൈനൈറ്റ് വോളിയം മെത്തേഡ് എന്ന് പറയും, FVM. ഓക്കെ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ CFD എന്ന് പറയുന്ന ഒരു സാധനം വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് CFD എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര നമുക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇതെല്ലാം. ഓക്കെ, നമ്മുടെ ഈ എയറോഡൈനാമിക് അനാലിസിസ്, കാറുകളുടെ ആണെങ്കിലും എയറോപ്ലെയിൻ്റെ ആണെങ്കിലും ഇതെല്ലാം ചെയ്യുന്നത് ഈ FVM വഴിയാണ്. അല്ലെങ്കിൽ ഫോർ ചെറിയൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പൈപ്പിന്റെ അതോടെയുള്ള ഫ്ലോ അതെല്ലാം ചെയ്യുന്നത് നമ്മൾ ഒരു ഫൈനൈറ്റ് വോളിയം മെത്തേഡ് വഴിയാണ്. ഓക്കെ, സോ ഇതാണ് ഈ എഞ്ചിനീയറിംഗ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ആർക്കെങ്കിലും ഇനി ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? അല്ലെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ആഡ് ചെയ്യണം. ചിലർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും, ചിലർക്ക് അറിയത്തില്ലാത്തവർ ചോദിക്കുക. ഓക്കെ, സോ ഇനി അടുത്തത് ഡിസൈൻ റിവ്യൂ ആൻഡ് ഇവാലുവേഷൻ. നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ഇങ്ങനെ വരച്ചതും അനാലിസ് ചെയ്തതിനെയൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യുക, അതിനെ ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യണം. അതായത് ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ, ഈ ചെയ്തേക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അല്ലെ കൊടുത്തേക്കുന്ന പ്രോപ്പർട്ടി ഒക്കെ കറക്റ്റ് ആണോ. കാരണം ചുമ്മാ നമ്മൾ എന്ത് സാധനം വരച്ചു കഴിഞ്ഞാലും ഈ സോഫ്റ്റ്വെയർ അത് ചെയ്തേക്കുന്ന പ്രൊസീജിയർ രീതിയിലെല്ലാം കറക്റ്റ് ആണ്, നമുക്കൊരു റിസൾട്ട് വരും. ഒരിടത്ത് എററൊന്നും വരാനുള്ള രീതി അല്ലെങ്കിൽ പോലും ഒരു റിസൾട്ട് തരും. പക്ഷെ ആ റിസൾട്ട് ശരിയാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. പിന്നെ അതിന്റെ ഡയമെൻഷനിങ് കറക്റ്റ് ആണോ, ടോളറൻസ് ലിമിറ്റ് ഉണ്ട്. നിങ്ങൾ മെട്രോളജി പഠിക്കും, ഈ പറഞ്ഞേക്കുന്ന ടോളറൻസും ലിമിറ്റും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കും. ഓക്കെ,
പിന്നെ ഇന്റർഫറൻസ് ചെക്കിങ്, 2 പാർട്ടുകൾ നിങ്ങൾ അസംബിൾ ചെയ്യാന്ന് വെച്ചു. ഇപ്പോൾ ഒരു പേന നമ്മൾ അസംബിൾ ചെയ്യുന്ന ഒരു സാധനം വരയ്ക്കാന്ന് വെച്ചു. അപ്പം പേനേക്കാളും വലിയൊരു റീഫിലർ, പേനയുടെ ആ ബോഡിയേക്കാളും വലിയ റീഫിലർ ആണ് ഇതിൻ്റെ അത് കയറുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ഇന്റർഫിയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. അല്ല അതിൻ്റെ ടോപ്പ് ഭാഗം, അതിൻ്റെ മെയിൻ നിബിൻ്റെ ആ ഭാഗം ആക്ച്വലി നമുക്ക് വെച്ചേക്കുന്ന ആ പ്രൊഡക്റ്റിനെ കാളും വലുതാണെങ്കിൽ അത് അതിൻ്റെ അകത്ത് ശരിക്കും അസംബിൾ ചെയ്തിരിക്കുമോ? ഇല്ല. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യും. ഇതാണ് ആക്ച്വലി ഡിസൈൻ റിവ്യൂ ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഓട്ടോമേറ്റഡ് ഡ്രാഫ്റ്റിംഗ് ഉണ്ട്. ഓട്ടോമേറ്റഡ് ഡ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടോമാറ്റിക് ഡയമെൻഷൻ നിങ്ങൾക്ക് ഓട്ടോഡെസ്കിൻ്റെ അകത്ത് ഫ്യൂഷൻ്റെ അകത്ത് നിങ്ങൾക്ക് അറിയാം, നിങ്ങളിത് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾ ജസ്റ്റ് സ്മാർട്ട് ഡയമെൻഷനിങ് എന്ന് പറയുന്ന സാധനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ വരച്ചു കഴിഞ്ഞാൽ ചുമ്മാ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഡയമെൻഷനിങ് ഒക്കെ നടക്കും. പിന്നെ സ്കെയിലിങ്, നിങ്ങൾക്ക് സൂം ഇൻ ഈ നമ്മുടെ ഇതിൻ്റെ അകത്ത് സ്ക്രോൾ ബാറും മണ്ടലോട്ട് താഴോട്ട് വെക്കുവാണെങ്കിൽ സ്കെയിലിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും. സോ ഇതൊക്കെയാണ് ആക്ച്വലി ഓട്ടോമാറ്റിക് ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഗ്രൂപ്പ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് കേട്ടാൽ മതി. സോ അതിനനുസരിച്ച് നമുക്ക് ഓരോ പാർട്ടിനെയും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇതൊക്കെ ഓരോ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന മാസമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ട് ഡിസൈൻ മാറ്റുമ്പം പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണിത്. പാർട്ട് ക്ലാസിഫിക്കേഷനും കോഡിങ്ങും എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ ഇത്രയും രീതികൾക്കെല്ലാം നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. ഇപ്പം ക്ലിയർ ആയോ എല്ലാവർക്കും? എന്താണ് CAD എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുമ്മാ വരയാണ്, കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വരയാണെന്നൊന്നും അല്ല പറയേണ്ടത്. ഇത്രയും കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ജോമെട്രിക് മോഡലിംഗ്, അനാലിസിസ്, റിവ്യൂ ആൻഡ് ഇവാലുവേഷൻ, ഓട്ടോമേറ്റഡ് ഡ്രാഫ്റ്റിംഗ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിംഗ്. ഓക്കെ, ചിലപ്പം CNCക്കകത്ത് CNC മെഷീൻ ഉണ്ട് നമ്മുടെ കോളേജിൽ, നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാം. ചിലപ്പോൾ ഈ തവണ നിങ്ങൾക്ക് ലാഭം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം, ജോബിൻ സാർ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വേണ്ട നമ്മളൊരു കോഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ടൂള്, നിങ്ങൾ നേരത്തെ ലെയ്ത്തിൻ്റെ അകത്ത് ടൂള് കൊണ്ട് ചെല്ലണമായിരുന്നു ആ പറയുന്ന സ്ഥലത്തോട്ട്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CNCക്കകത്ത് നിങ്ങൾ ആ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ടൂള് ഇത് വായിച്ചു നോക്കുക എല്ലാവരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സ്ലൈഡ് പോയി. ഒരു മിനിറ്റ് ഇപ്പം കാണാമോ? ആ സാർ. ഓക്കെ ആണോ? യെസ് സാർ. സോ ഇനി ഇൻഡസ്ട്രിയൽ ലുക്ക് അറ്റ് CAD CAMനെ ഒരു ഇൻഡസ്ട്രി ബേസിൽ എങ്ങനെ നോക്കുന്നതെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒരു ജോമെട്രിക് ഇത് അതിൻ്റെ ഒരു പടവാണ്. ഇതൊരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്, എയർ മാർക്കിൽ നിന്ന് എടുത്തതാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ സ്ലൈഡ് അല്ല ആക്ച്വലി. ഒരു മിനിറ്റ്. അപ്പോൾ ഇൻഡസ്ട്രിയിൽ നമ്മളെല്ലാ ഈ പറഞ്ഞേക്കുന്ന പ്രൊസീജിയർ, അതായത് ജോമെട്രിക് മോഡലിംഗ് ചെയ്യാനും ഡ്രാഫ്റ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനും എല്ലായിടത്തും സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ഇത് അതിൻ്റെ ഒരു ലൂപ്പ് കാണിക്കുന്നതേ ഉള്ളൂ, ഓരോ ഭാഗത്ത് എങ്ങനെ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് പാക്കേജ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഒരു പാക്കേജാണ് ഇത്, കുറേ പ്രോഗ്രാമുകളുടെ ഒരു പാക്കേജ്. ആ പാക്കേജിനനുസരിച്ചാണ് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഓരോ സ്ഥലത്തും ക്ലിക്ക് ചെയ്യുമ്പം ശരിക്കും കമ്പ്യൂട്ടറിൽ എന്താ നടക്കുന്നത്? നിങ്ങളിപ്പം ഞാൻ ഈ പറയുന്ന വേർഡ്, പവർ പോയിന്റ് പ്രസന്റേഷൻ്റെ അത് ഒരിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ക്ലിക്ക് ചെയ്തതിൻ്റെ അകത്തുള്ള ഓരോ ടാബിനനുസരിച്ചുള്ള പ്രോഗ്രാംസ് റൺ ചെയ്യുന്നത് അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക്. ഓക്കെ, സോ ഇതുപോലെ തന്നെയാണ് സോഫ്റ്റ്വെയറിൻ്റെ അകത്ത്. സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഓരോ ഇതിനും ഓരോ പ്രോഗ്രാംസ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പ്രോഗ്രാം റൺ ചെയ്യും. നിങ്ങൾ ഓരോ പോയിന്റ് സെലക്ട് ചെയ്യും. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആ പ്രോഗ്രാമിലോട്ട് പോകും. എൻ്റെ വാല്യൂ ചിലപ്പം തരും. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും നമ്മൾ മൗസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്. ഓക്കെ,
സോ ഇത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കൺസെപ്ഷണൽ ആയിട്ടുള്ള ഡിസൈൻ ഉണ്ട്. അപ്പോൾ ആ ഡിസൈൻ നമ്മൾ ചെക്ക് ചെയ്യും. ഈ ഡിസൈൻ ഇവാലുവേഷൻ നമുക്കിപ്പം നമ്മുടെ കയ്യിലുള്ള ഒരു ഇൻഡസ്ട്രിയുടെ കയ്യിലുള്ള ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി ചിലപ്പോൾ യൂസ് ചെയ്യുന്ന ഓട്ടോക്യാഡിൻ്റെ ഓട്ടോക്യാഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഈ ഡിസൈൻ ഇവാലുവേഷനോ അല്ലെങ്കിൽ ഈ ഡിസൈന് പോസിബിൾ ആണോ എന്ന് നോക്കും. ആണെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യും. ഓക്കെ, അല്ലായെങ്കിൽ വേറെ പ്രോഗ്രാമിംഗ് പാക്കേജിലോട്ട് പോകും. ഇങ്ങനെയാണ് ഇൻഡസ്ട്രിയിൽ ചെയ്യുന്നത്. ഓക്കെ, കാരണം ചില ഇൻഡസ്ട്രിയിൽ ചില രാജ്യങ്ങളിൽ ചില സോഫ്റ്റ്വെയർ ആയിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്, വേറെ ചില രാജ്യങ്ങളിൽ വേറെ സോഫ്റ്റ്വെയർ ആയിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ കറണ്ട് സെനാരിയോയിൽ ഒരു ഇൻഡസ്ട്രിയുടെ വർക്കിംഗ് ചിലപ്പം ഡിസൈൻ ചെയ്യുന്നത് പല രാജ്യത്തുള്ള പല എഞ്ചിനീയേഴ്സ് ഇരുന്നായിരിക്കും കൊളാബറേറ്റ് ചെയ്താണ് അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ ചിലപ്പം പല സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം ഓരോരുത്തർ വരയ്ക്കുന്ന മറ്റേതിൻ്റെ അത് കോമ്പാറ്റബിൾ ആയിരിക്കത്തില്ല, മറ്റേ സോഫ്റ്റ്വെയറിൽ ഓടത്തില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഡേറ്റ ലോസ് ഉണ്ടാകും. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് ഇൻഡസ്ട്രിയൽ ലെവലിൽ ക്യാഡ് ക്യാമിനെ കുറിച്ച് വരുമ്പോഴത്തേക്ക് അവർ പരിശോധിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതും ഈ പറഞ്ഞേക്കുന്ന CNC അല്ലെ NC പാക്കേജുമായിട്ട് കോമ്പറ്റബിൾ ആണോ, അല്ലെങ്കിൽ അതായത് ഈ പറഞ്ഞേക്കുന്ന നമുക്ക് ഇതിൻ്റെ അകത്ത് ഡയറക്ട്ലി CNC അല്ലെങ്കിൽ മെഷീനിലോട്ട് നമുക്ക് ഡയറക്റ്റ്ലി കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ ചെക്ക് ചെയ്യും ഒരു ഇൻഡസ്ട്രിയൽ പോയിന്റ് ഓഫ് പെർസ്പെക്റ്റീവിൽ അല്ലെ ഇൻഡസ്ട്രിയലിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ. ഓക്കെ, അതത്രേ ഉള്ളൂ. ഇത് ചോദിക്കാൻ ചാൻസ് കുറവാണ്, ബട്ട് എനിവേ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, മനസ്സിലായോ? യെസ് സർ. ഓക്കെ, ഇനി ബെനിഫിറ്റ്സ് ഓഫ് ക്യാഡ് നിങ്ങൾ എഴുതി വെക്കേണ്ട യൂഷ്വൽ ആയിട്ടുള്ള സ്റ്റോറി ഉണ്ടാവും. എല്ലാത്തിൻ്റെയും ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ്മെൻ്റ് ആണ് പ്രധാനമായിട്ട്. നമുക്ക് മിനിമം ടൈമിൽ മാക്സിമം മിനിമം ടൈമിൽ ഉള്ള റിസോഴ്സിനെ മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധാരണയിൽ പ്രൊഡക്ടിവിറ്റി ഇപ്പം ചില ഡ്രോയിങ്ങുകൾ അല്ല ചില ഡിസൈൻ പ്രൊസീജിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്, ചിലപ്പോൾ വളരെയധികം ടൈം എടുക്കും. ഓക്കെ, അപ്പം അതിൻ്റെ കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ച് പ്രൊഡക്ടിവിറ്റി ഡിപ്പെൻഡൻ്റ് ആണ്. പിന്നെ എത്രത്തോളം ലെവൽ ഓഫ് ഡീറ്റെയിൽമെന്റ് വേണം, നമുക്ക് ചെറിയ രീതിയിൽ ഡീറ്റെയിലിംഗ് മതി. ഡീറ്റെയിലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡയമെൻഷനിങ്, ടോളറൻസ്, അതിന്റെ ബിൽ ഓഫ് മെറ്റീരിയൽ, ഈ പറഞ്ഞേക്കുന്ന ഡീറ്റെയിലിംഗ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ പ്രൊഡക്ടിവിറ്റി അതിനനുസരിച്ച് കുറയും, അല്ല അതിനനുസരിച്ച് ടൈം കൂടും, അതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. പിന്നെ ഡിഗ്രി ഓഫ് റെപ്പറ്റീറ്റീവ്നെസ് ഇൻ ഡിസൈൻഡ് പാർട്ട്, അതായത് ഇപ്പം ചിലവെന്ന് പറയുന്നത് സിമെട്രിക്കൽ ആയിട്ടുള്ള മോഡലായിരിക്കാം. നമ്മളൊരു സിലിണ്ടറിക്കൽ ഷേപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഹാഫ് വരച്ചു കഴിഞ്ഞാൽ മറ്റേ ഹാഫ് നമുക്ക് കിട്ടും, കാരണം അത് സിമെട്രിക്കലാണ്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. പക്ഷെ അങ്ങനെ അല്ലാത്ത കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാൻ കുറേ കൂടി ടൈം എടുക്കും, കാരണം ഡീറ്റെയിലിങ്ങും ആ പറഞ്ഞേക്കുന്ന ഓരോ സ്ഥലത്തെ കാര്യങ്ങളും വരച്ചെടുക്കാൻ അത്രയ്ക്കും ടൈം എടുക്കും. ഓക്കെ, അതുതന്നെയാണ് ഈ റെപ്പറ്റീറ്റീവ്നെസ്, ഡിഗ്രി ഓഫ് സിമെട്രി. അപ്പം പ്രൊഡക്ടിവിറ്റി എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ക്യാഡിന്റെ ബെനിഫിറ്റ്. എങ്കിലും ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓരോ സ്പെസിഫിക് ഡിസൈനെ അനുസരിച്ചും ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ക്യാഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് കൺവെൻഷനിലേക്കാളും ബെറ്റർ ആയിരിക്കും, അത് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. പക്ഷെ ഓരോ ഡിസൈൻ അനുസരിച്ചും വേറൊരു ഡിസൈനെ വെച്ച് അത് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഓരോ ഡിസൈനും അതിൻ്റെതായ പ്രത്യേകതയുള്ള ഡിസൈനുകളാണ്. അതെങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഈ പറഞ്ഞേക്കുന്നത് കോംപ്ലക്സിറ്റി ഓഫ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, ലെവൽ ഓഫ് ഡീറ്റെയിൽ, ഡിഗ്രി ഓഫ് റെപ്പറ്റീറ്റീവ്നെസ്, ഡിഗ്രി ഓഫ് സിമെട്രി. ഓക്കെ, എക്സ്റ്റെൻസീവ്നെസ് ഓഫ് ലൈബ്രറി ഓഫ് കോമൺലി യൂസ്ഡ് എൻറ്റിറ്റീസ്. ഈ എൻറ്റിറ്റീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോമൺലി ഡിസൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. കാരണം ഒരു പ്രോഡക്റ്റിൻ്റെ അകത്ത് പ്രധാനമായിട്ട് എപ്പോഴും നട്ടുകളും അല്ലെങ്കിൽ സ്ക്രൂകളും അങ്ങനത്തെ ഹോളുകളും ഒക്കെ കാണും. അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നട്ടിനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ എടുത്ത് ലൈബ്രറിയിൽ സേവ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. നിങ്ങൾ ഫ്യൂഷൻ്റെ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം പിടി കിട്ടും. ഓക്കെ, സോ പിന്നെ ഇതാണ് ഫസ്റ്റ് ബെനിഫിറ്റ് ക്യാഡിൻ്റെത്. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടർ ലീഡ് ടൈം, അതായത് കുറച്ച് സമയം എടുക്കത്തുള്ളൂ നമുക്കൊരു സാധനം ഡിസൈൻ ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കാനായിട്ട്. ബട്ട് അത് ട്രഡീഷണൽ ഡിസൈനേക്കാളും വളരെ സ്പീഡാണ്. പിന്നെ ലിസ്റ്റ് പ്രിപ്പറേഷൻ എല്ലാത്തിനും വളരെ സ്പീഡ് കൂടി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതുകൊണ്ട്. ഓക്കെ, പിന്നെ ഫാസ്റ്റായിട്ട് നമുക്ക് കസ്റ്റമറിന് ഡെലിവറി ചെയ്യാൻ പറ്റും. അറ്റ് ദ എൻഡ് അത്. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ അനാലിസിസ്. അപ്പോൾ ഡിസൈനും അനാലിസിസും ഒരാൾക്ക് തന്നെ ഒരേ ക്യാഡ് സ്റ്റേഷനിൽ ഇരുന്ന് വരയ്ക്കാം. ക്യാഡ് സ്റ്റേഷൻ എന്ന് മീൻ ചെയ്യുന്നത് വലിയ ഈ ക്യാഡിന് വേണ്ടി നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഡ് കാണും, സിനിമ കാണും, വേറെ പലതരം സോഫ്റ്റ്വെയറുകളാണ്. അപ്പോൾ ഈ ക്യാഡ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക്കലി കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റത്തിനെയാണ് ഈ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ റാമും അതിൻ്റെ മെമ്മറിയും പ്രോസസ്സിംഗ് കപ്പാസിറ്റിയും ഒക്കെ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, നമ്മുടെ സാധാരണ പേഴ്സണൽ കമ്പ്യൂട്ടർ പോലല്ല. അപ്പോൾ ഒരാൾ തന്നെ അവിടെ ഇരുന്നെല്ലാം ഡിസൈൻ ചെയ്യാൻ അനാലിസിസ്
ചെയ്യാനും ഒക്കെ പറ്റും. സോ ഇതാണ് ബെനിഫിറ്റ്സ് ഓഫ് CAD. ഇനി അടുത്തത് ഫ്യൂവർ ഡിസൈൻ എറേഴ്സ്, നാലാമത്തേത്. അപ്പം ഡിസൈൻ എറർ മാക്സിമം കുറഞ്ഞിരിക്കും. മാനുവലായിട്ട് നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് മായ്ച്ചും അല്ലെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് എറർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇൻട്രാക്റ്റീവ് കേപ്പബിലിറ്റീസ് ഒക്കെ വളരെ കൂടുതലാണ്. പിന്നെ അക്യുറസി വളരെ ഹൈ ആണ്. പിന്നെ ഡിസൈനൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡ്രോയിങ്സ് നമുക്ക് വിഷ്വലൈസ് ചെയ്യുമ്പോൾ കൂടുതൽ അണ്ടർസ്റ്റാൻഡബിൾ ആണ്, മനസ്സിലാക്കാനൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ പെട്ടെന്നൊരു ചേഞ്ച് എഡിറ്റിംഗ് ഒക്കെ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റിംഗ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും ചില കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട് മറന്നു പോയെന്നോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ കൺസിഡർ ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ ഡിസൈനിൻ്റെ അകത്ത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ചേഞ്ചസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അഡോപ്റ്റ് ചെയ്തെടുക്കാനായിട്ടും ഈ പറയണ CAD-ന് വളരെ എളുപ്പമാണ്. അത്രേ ഉള്ളൂ. സോ ഇപ്പോൾ ഇതാണ് CAD എന്ന് പറയുന്നത്. സോ ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കുക. ഒന്നുകൂടെ ബെനിഫിറ്റ്സ് വായിച്ചു നോക്കുക. ഞാനത് മാറ്റി തരാം. വായിച്ചു കഴിയുമ്പോൾ പറയണേ ഈ പേജ്. വായിച്ചു സാർ. ഇതും കണ്ടിന്യൂ ചെയ്ത് വായിച്ചു. വായിച്ചു സാർ. എല്ലാവരും വായിച്ചു കഴിഞ്ഞോ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഹലോ. ഓക്കെ. ഇനി ബെനിഫിറ്റ്സ് ഓഫ് CAM. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല നമ്മുടെ സബ്ജക്ട് പോയിന്റ് ഓഫ് വ്യൂവിൽ, ബട്ട് അറിഞ്ഞിരുന്നാൽ മതി. CAM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ്. ഈ NC മെഷീൻസ്, NC എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കലി കൺട്രോൾഡ് മെഷീൻസ്. ഓരോ കോഡുകളുണ്ട്, അതിനനുസരിച്ച് നമുക്ക് ആ മെഷീൻ കൺട്രോൾ ചെയ്യാം. CNC എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻ എന്ന് പറയും. കമ്പ്യൂട്ടറിനെ വെച്ച് നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന മെഷീനെ. നമ്മുടെ കോളേജ് ഒരു CNC മെഷീൻ ഉണ്ട്, CNC ലെയ്ത്ത് ഉണ്ട് നമ്മുടെ കോളേജിൽ. നിങ്ങൾ വന്നു കഴിയുമ്പോൾ ജോബി സാർ അത് ഓപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നേരത്തെ. ഒരു പച്ച ഒരു സാധനം അവിടെ ഇരിപ്പുണ്ട്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ട് സാർ. എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്താണ് നമ്മുടെ പ്രൊവിഡൻസ് കപ്പ് ഇല്ലേ? പ്രൊവിഡൻസ് കപ്പ് കണ്ടിട്ടില്ല നിങ്ങൾ? പ്രൊവിഡൻസിന്റെ മറ്റേ കഴിഞ്ഞ വർഷത്തെ ആ കപ്പ് മാനുഫാക്ചർ ചെയ്തെടുത്ത ആ CNC മെഷീൻ്റെ അകത്ത് ഏതാണ്ടാണ്. അപ്പോൾ ആ സാധനം നമ്മൾ എനിക്ക് തോന്നുന്നു ഫ്യൂഷനിൽ ഡിസൈൻ ചെയ്തിട്ട് അവർ അതിൻ്റെ കോഡ് ജനറേറ്റ് ചെയ്ത് മെറ്റീരിയലൊക്കെ സെലക്ട് ചെയ്ത് സ്ട്രെയിറ്റ് അതിൻ്റെ അത് കൊടുത്ത് മാനുഫാക്ചർ ചെയ്ത് എടുക്കുമായിരുന്നു. ഓക്കെ. അപ്പം അതിൻ്റെ ബെനിഫിറ്റ്സ് ജസ്റ്റ് അറിഞ്ഞാൽ മതി. അപ്പം ടൂളും ഫിക്സ്ചർ ഡിസൈനും ഒക്കെ നമുക്ക് പെട്ടെന്ന് ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. അപ്പം നമ്മളെപ്പോഴും ടൂളും ഡിസൈൻ ചെയ്യണം, ഫിക്സ്ചറും ഡിസൈൻ ചെയ്യണം നമ്മളൊരു സാധനം മാനുഫാക്ചർ ചെയ്യുമ്പോഴത്തേക്ക്. പിന്നെ പാർട്ട് പ്രോഗ്രാമിങ്, ഈ കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവ് ആയി എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. അതായത് എപ്പോഴും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക. നിങ്ങളെപ്പോഴും ഓർത്തിരിക്കേണ്ട അഡ്വാൻറ്റേജസ്: പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക, ലീഡ് ടൈം കുറയ്ക്കുക. ഓക്കെ. ഈ രണ്ടെണ്ണം എപ്പോഴും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. ബാക്കി കുറേ കാര്യങ്ങളുണ്ട്, ബട്ട് എനിവേ ഈ രണ്ടെണ്ണമാണ് പ്രധാനമായിട്ട് വരുന്നത്.
ഓക്കെ, ഇനി നമ്മൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഓടിച്ചു വിടത്തേ ഉള്ളൂ. അപ്പം ഡിസൈൻ ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ, ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ തന്നെയാണ് ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം ടൈപ്പ് സാധനങ്ങൾ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കലി നമുക്ക് ടച്ച് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് ഇന്ററാക്ട് ചെയ്യാനോ പറ്റുന്ന ഇതിനെയാണ് ഹാർഡ്വെയർസ് എന്ന് പറയുന്നത്. ഹാർഡായിട്ടുള്ള ഒരു സാധനം മീൻസ് ഫിസിക്കലി നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന സാധനം. ഓക്കെ, അപ്പം പ്രധാനമായിട്ടുള്ള ഡിസൈൻ വർക്ക് സ്റ്റേഷനാണ്. വർക്ക് സ്റ്റേഷൻ്റെ അകത്ത് ഒരു ഗ്രാഫിക് ടെർമിനൽ ഉണ്ട്. നിങ്ങൾ ഈ കാണുന്ന സ്ക്രീന് ഒരു ഗ്രാഫിക് ടെർമിനലാണ്. LED LCD ടൈപ്പ് ഡിസ്പ്ലേ ആണ്. ഓക്കെ, പിന്നെ ഓപ്പറേറ്റർ ഇൻപുട്ട് ചെയ്യാനുള്ള ഡിവൈസസ് അതാണ് നമ്മുടെ കീബോർഡ്, മൗസ്, ഞാൻ പറഞ്ഞ ലൈറ്റ് പെന്ന് അല്ലെ സ്കെച്ച് പാഡ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. നിങ്ങൾ ഗെയിമൊക്കെ കളിക്കുന്നവർക്ക് ജോയിസ്റ്റിക് ഒക്കെ അറിയാമായിരിക്കും. സോ ഇതെല്ലാം ആണ് ഇൻപുട്ട് ചെയ്യാനുള്ള ഡിവൈസുകൾ. പിന്നെ ഗ്രാഫിക് ഔട്ട്പുട്ട് തന്നെയാണ് ഈ ഗ്രാഫിക് ടെർമിനൽ. പിന്നെ CPU വേണം എല്ലാത്തിനും. CPU വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രോസസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാമിൻ്റെ ആ ഒരു സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും പ്രോഗ്രാം എഴുതുമ്പോഴത്തേക്ക് നമ്മളൊരു ലാംഗ്വേജിൽ എഴുതുന്നു, പക്ഷെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നടക്കുന്ന ഈ 1ഉം 0ഉം എന്ന് പറയുന്ന ആ ഒരു 1-0 എന്ന് പറയുന്ന സാധനങ്ങൾ മാത്രമേ അതിൻ്റെ അകത്തോടെ നടക്കുന്നുള്ളൂ. ഓക്കെ, ഡേറ്റ ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുന്നത് അതിനനുസരിച്ച് ഓരോരോ നേരത്തെ ട്രാൻസിസ്റ്റേഴ്സ് ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ലോജിക് ഗേറ്റുകൾ, ഇതൊന്നും നമ്മുടെ വിഷയങ്ങളല്ല. ബട്ട് എനിവേ അത് കൺട്രോൾ ചെയ്യുക ചെയ്യുന്നത് അത്ര ഫാസ്റ്റായിട്ട്, ഇത്രയും ഫാസ്റ്റായിട്ട് കൺട്രോൾ ചെയ്യുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. പണ്ടത്തെ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ സിനിമയിലൊക്കെ നോക്കിയാൽ മതി, കമ്പ്യൂട്ടറിൻ്റെ അകത്ത് മമ്മൂട്ടിയുടെയൊക്കെ സിനിമയൊക്കെ കണ്ടിട്ടില്ലേ, അപ്പം അതൊക്കെ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത്. ഒരു കീ ഞെക്കി കഴിയുമ്പോഴത്തേക്ക് അപ്പം അതൊക്കെ ചിത്രം ഇങ്ങനെ തെളിഞ്ഞു വരുന്ന പടമൊക്കെ കണ്ടിട്ടില്ലേ? ഏതാ പടത്തിന്റെ പേര് ഞാൻ മറന്നു. നാസയ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ സോഫ്റ്റ്വെയർ എന്നൊക്കെ പറയുന്ന ഏതൊരു പടം ഉണ്ടല്ലോ, മമ്മൂട്ടിയുടെ ഏതായിരുന്നു? ഓക്കെ, ഏതേലും ആട്ടെ. സോ ഫോട്ടോഷോപ്പ് അത് തന്നെ, അതെന്തേലും ആട്ടെ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പതുക്കെ വരുന്നതിന്റെ റീസൺ എന്തോ ആണ്, അതിന്റെ പ്രോസസ്സിങ് വളരെ കുറവായതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഒറ്റ ക്ലിക്കിലും സഡൻ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. കാരണം നമ്മുടെ ഫോണിന്റെ അകത്ത് പോലും 2 GB അല്ലെ 4 GB റാം ഉണ്ട്. അത്രയും മിനിമം ലെവലില് ഗെയിമൊക്കെ ഉപയോഗിക്കുന്ന ഒരു 18, 16 ഒക്കെ ആയിരിക്കും, എനിക്കറിയില്ല. ബട്ട് സാധാരണ ഒരാൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ അകത്ത് വരെ മിനിമം 2 GB ഉണ്ടാവും. സോ 2 GB റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പവറുള്ള പ്രോസസ്സറാണ്. ഞാൻ എവിടെയോ വായിച്ചതനുസരിച്ച്, കറക്റ്റാണെന്ന് പറയുന്നത്, വായിച്ചതനുസരിച്ച് ഇപ്പോഴത്തെ മൊബൈൽ ഫോണിലുള്ള പ്രോസസ്സറിനേക്കാളും കപ്പാസിറ്റി കുറവായിരുന്നു 1960s ഈ നാസ അപ്പോളോ മിഷൻ ചെയ്തപ്പോൾ അവരുപയോഗിച്ച കമ്പ്യൂട്ടർ. സോ അത്രയും പവറാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം ഞാൻ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് പറയുന്നത് മാത്രമേ ഉള്ളൂ. സോ ഇതാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഗ്രാഫിക് ടെർമിനൽ ഇതെല്ലാം പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഗ്രാഫിക് ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ഡിസ്പ്ലേ സിസ്റ്റത്തിനെയാണ് ആക്ച്വലി ഗ്രാഫിക് ടെർമിനൽ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ഇമേജ് ജനറേറ്റ് ചെയ്യും. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് ഇമേജ് ജനറേറ്റ് ചെയ്യും. നിങ്ങൾ ഫ്യൂഷൻ്റെ അകത്തൊരു ലൈൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് 2 പോയിന്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ആ ലൈന് ജനറേറ്റ് ആയി വരത്തില്ലേ? ഓക്കെ, അപ്പോൾ അത് 3 തരം മെത്തേഡുകളാണ്. അത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞാൽ മതി. ചോദിക്കുമോന്നൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല, ബട്ട് അറിഞ്ഞിരിക്കണം. അപ്പം ഡയറക്റ്റ് ബീം റിഫ്രഷ് ഉണ്ട്. നേരെ ഒരു സാധനത്തിൽ നിന്ന് ഒരു ബീം വന്ന് ഡയറക്റ്റ് ആയിട്ട് ചെന്ന് ആ പിക്സലിൽ വന്ന് ഇടിച്ച് അത് തെളിഞ്ഞ് കാണിക്കും. അതാണ് ഡയറക്റ്റ് ബീം. പിന്നെ സ്ട്രോക്ക് റൈറ്റിംഗ് ഉണ്ട്, റാസ്റ്റർ സ്കാനും ഉണ്ട്, വെക്ടർ സ്കാനും ഉണ്ട്. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അപ്പം ഇത് CRTയുടെ, ഇതൊന്നും ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. CRT എങ്ങനെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ഇലക്ട്രോണിക്സിൻ്റെ അകത്തൊക്കെ വർക്ക് ചെയ്ത് പഠിച്ചിട്ടുണ്ടാകാം. ഓക്കെ, ആനോടും കാതോടും. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇലക്ട്രോൺ ബീം ഒക്കെ ജനറേറ്റ് ചെയ്ത് ഈ കാണുന്നതാണ് ഫ്ലൂറസെൻ്റ് ആയിട്ടുള്ള സ്ക്രീൻ. അവിടെ ചെന്ന് ബീം ചെന്ന് ഇടിച്ച് കഴിയുമ്പോഴത്തേക്ക് വേണ്ട പിക്സലിൽ ചെന്ന് ഇടിച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ തെളിഞ്ഞു വരും. ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം വളരെ മൈന്യൂട്ട് ടൈമിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഒരു പടവും അടുത്ത പടവും തമ്മിൽ ലാഗ് ഫീൽ ചെയ്യാത്തത്. ഓക്കെ, ഇതിൻ്റെ അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഡിഫ്ലക്ഷൻ കോയിൽസ് ഉണ്ട്, ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ആനോഡുകളുണ്ട്. ഓക്കെ, സോ ഈ ഒരു ടെക്നോളജിയാണ് CRT, പഴയ ടെക്നോളജി. ഇപ്പം എനിക്ക് തോന്നുന്നില്ല ആരുടെയും വീട്ടിൽ CRT ടൈപ്പ് TV എങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കമ്പ്യൂട്ടർ ലാബിലൊന്നുമില്ല. എൻ്റെ വീട്ടിലെ TV ഇതാണ്, ബട്ട് ഞാൻ പറഞ്ഞതന്നെ ഉള്ളൂ. സോ ഇത് സ്ക്രീന് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള ടെക്നോളജി ജസ്റ്റ് അറിഞ്ഞാൽ മാത്രം മതി. പിന്നെ 2 തരം ഇതുണ്ട്, മെത്തേഡുകളുണ്ട്. റാസ്റ്റർ സ്കാനും ഉണ്ട്, വെക്ടർ സ്കാനും ഉണ്ട്. ഓക്കെ, സ്ട്രോക്ക് റൈറ്റിങ്. അപ്പോൾ അതിൻ്റെ ഓരോരോ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ ഉണ്ട്. അപ്പം ഈ സ്ട്രോക്ക് റൈറ്റിംഗ് അല്ലെങ്കിൽ റാൻഡം സ്കാൻ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിക്ചർ ഒരു ലൈൻ അറ്റ് എ ടൈം. ഇപ്പം
ഇങ്ങനെ ആയിരിക്കും വരും. ഇത്രയും പിക്സൽസ് ഉണ്ടാവും ഒരു ലൈനിന്. അപ്പം അത് ഇങ്ങനെ ഓരോന്നോരോ ലൈൻ വീതം ഇങ്ങനെ വന്ന് വേണ്ട ഭാഗത്ത് തെളിയിച്ച് കാണിക്കുന്നതിനെയാണ് ആക്ച്വലി റാസ്റ്റർ സ്കാൻ എന്ന് പറയുന്നത്. ഇത് വെക്ടർ എന്ന് പറയുന്ന വേണ്ട ഭാഗത്തെ മാത്രമേ അതിലോട്ട് പോകത്തുള്ളൂ, ഓരോ ലൈനിലോട്ട് പോകത്തില്ല. സോ ഇതൊക്കെയാണ് ആക്ച്വലി പിക്സലുകളൊക്കെ എടുത്ത് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്യാനുള്ള ഓരോ ടെക്നോളജികളാണ്. നോട്ട് അറ്റ് ഓൾ ഇമ്പോർട്ടൻറ്റ് ഫോർ എസ്, ബട്ട് വി ഷുഡ് നോ ദാറ്റ് എന്തുവാ സംഭവം എന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയാൻ വേണ്ടി. ഇതാണ് പിക്സൽ എന്ന് പറഞ്ഞത്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, ചെറിയ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് വളരെ സൂം ചെയ്ത ഒരു പിക്ചർ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കാണാം. അപ്പോൾ ഒരു പോയിന്റ് തെളിഞ്ഞു വരണമെങ്കിൽ ആ പോയിന്റ് മാത്രമായിട്ട് തെളിഞ്ഞു കാണും. ഇപ്പം ഈ പിക്സൽ തെളിഞ്ഞു, ഇവിടെ ഒരു പിക്സൽ തെളിഞ്ഞു, ഇവിടെ ഒരു പിക്സൽ തെളിഞ്ഞു, ഇങ്ങനെ ഒരു 45 ഡിഗ്രിയിലുള്ള പിക്സലുകളെല്ലാം കൂടെ തെളിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈൻ തെളിഞ്ഞു വരും. അങ്ങനെയാണ് സ്ക്രീനിൽ നമ്മളൊരു ഡിസ്പ്ലേ കാണുന്നത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സ്ക്രീനിൽ പല ടൈപ്പ് ഡിസ്പ്ലേകളാണ് വരുന്നത്. സോ അത് പ്രോസസ്സിംഗ് കപ്പബിലിറ്റി കൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഹാങ് ആയി ലാഗായി പതുക്കെ മണിക്കൂറുകൾ എടുത്തായിരിക്കും ഒന്ന് വരിക. സോ ഇത് റാസ്റ്റർ സ്കാന്, റാസ്റ്റർ ഇമേജ് ആയി കാണിക്കുന്നത്. ഈ ചെറിയൊരു ഭാഗം സൂം ചെയ്ത് കാണുന്നതാണ് ഈ കാണിച്ചേക്കുന്നത്. കണ്ടോ കളർ കോമ്പിനേഷൻസ് കണ്ടോ? അപ്പം റാസ്റ്റർ സ്കാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓരോ ലൈൻ വീതം വന്ന് ഈ ബീം വന്ന് ഓരോ ലൈനിൽ ഇങ്ങനെ ഹൊറിസോണ്ടലി ഇങ്ങനെ വരും. എന്നിട്ട് വേണ്ട ഭാഗം തെളിയിച്ച് കാണിക്കും. അപ്പം സ്ക്രീനിൽ എന്തോ ഉള്ള ഫോസ്ഫറസ് കോട്ടഡ് സ്ക്രീനാണ്. ഈ ഫോസ്ഫറസ് കോട്ടഡ് ആയിട്ടുള്ള സ്ക്രീനിൽ ഒരു ഇലക്ട്രോൺ ബീം വന്ന് ബാധിക്കുമ്പോഴത്തേക്ക് ഫ്രണ്ട് തെളിഞ്ഞു വരും. അത്രയേ ഉള്ളൂ അതിൻ്റെ മെക്കാനിസം. ഇവിടെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്, ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്, അത് ഫോക്കസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. സോ ഇത് ഇത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനെ സ്കാൻ ചെയ്യും. ഇതിൽ വേണ്ട പോയിന്റുകൾ തെളിയിച്ച് കാണിക്കും. ഞാനിത് നിങ്ങൾക്ക് ഇതിൻ്റെ സ്ലൈഡ് തരാം. ഞാനിനി ക്ലാസ്സിൽ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം അതൊന്നും നമ്മുടെ ഇമ്പോർട്ടൻ്റ് അല്ല. ടീമായിട്ടുള്ളത് ഇത് വളരെ ഒബ്സല്യൂട്ട് ആയിട്ടുള്ള ടെക്നോളജി. അതായത് അതിൻ്റെ എന്തുവാ ഒബ്സല്യൂട്ട് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എന്തുവാ ഒബ്സല്യൂട്ടിൻ്റെ അർത്ഥം എന്തുവായിരുന്നു? ഔട്ട്ഡേറ്റഡ് ആയി. അതായത് ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല. പണ്ട് കാളവണ്ടി എന്ന് പറയുന്നത് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമായിരുന്നു. ഇപ്പോൾ അതൊരു അബ്സല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്, ഒബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. കാരണം ആരും അത് ഉപയോഗിക്കുന്നില്ല. വളരെ കുറച്ച് വല്ല ഗ്രാമപ്രദേശങ്ങളിലൊക്കെ മാത്രമേ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ആരും അത് ഉപയോഗിക്കുന്നില്ല. കാളവണ്ടി, കുതിരവണ്ടി, അങ്ങനത്തെ സാധനങ്ങൾ. ടെക്നോളജി എന്ന് ഞാൻ പറഞ്ഞതല്ല, ഞാൻ വെഹിക്കിളിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞത്, ഒബ്സല്യൂട്ടിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഡയറക്റ്റഡ് ബീം റിഫ്രഷ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് വളരെ ഒബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. മറ്റേ റാസ്റ്ററും വെക്ടറും ഒക്കെ വന്നേ പിന്നെ ഇപ്പോൾ അതും ഇല്ല. CRT ഒക്കെ ഇപ്പം മാറിയല്ലോ, എല്ലാം LED LCDയും ഒക്കെ ആണല്ലോ. LCD LED, ഇപ്പം LED അല്ല കൂടുതലും. സോ ഇതിനും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ ഉണ്ട്. നിങ്ങൾ വായിച്ച് നോക്കുക. എന്തെങ്കിലും മനസ്സിലാകാറുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോ എടുത്ത് നോക്കുക. ഇത് പണ്ട് പോലെ നിങ്ങൾ ഇലക്ട്രോണിക്സ് ഫസ്റ്റ് ഇയർ പഠിക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതൊക്കെ ഇൻപുട്ട് ഡിവൈസസ് എന്തൊക്കെയാണ്? ഇൻപുട്ട് ഡിവൈസസ് നമുക്കറിയാവുന്ന ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീബോർഡ് ഉണ്ട്, മൗസ് ഉണ്ട്. അല്ലാതെ കർസർ കൺട്രോൾ ചെയ്യാനായിട്ട് വേറെ കുറേ ഡിവൈസുകളുണ്ട്. തം വീല്, ജോയ്സ്റ്റിക്ക്, ട്രാക്കർ ബോൾ, ലൈറ്റ് പെൻ, ടാബ്ലറ്റ് പെൻ. ഓക്കെ, സോ ഇതെല്ലാം ഇൻപുട്ട് ഡിവൈസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ. നിങ്ങൾ 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും എങ്ങാണ്ട് പഠിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സാധനങ്ങളാണ്. ഇതെല്ലാവരും ഒക്കെ ഇതിൻ്റെ അകത്ത് ഞാൻ ഈ ജോയ്സ്റ്റിക്ക് ആക്ച്വലി ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ആ പടം മൗസും കീബോർഡും ആയിരിക്കും ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ ആരെങ്കിലും ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ? തം വീൽ, ട്രാക്കർ ബോൾ, അല്ലെങ്കിൽ ജോയ്സ്റ്റിക്ക്? ഇതാരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാത്ത എന്താ? എല്ലാരും മൗസ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, മൗസും കീബോർഡും. ഓക്കെ, ഇതൊക്കെ ഓരോന്ന് അതിനെ കുറിച്ച് പറയുന്നതേ ഉള്ളൂ. ട്രാക്കർ ബോൾ എന്തുവാ? അതിൻ്റെ ഒരു ബോൾ കിടന്ന് റൊട്ടേറ്റ് ചെയ്യും. അപ്പം അത് നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് കർസർ മൂവ് ചെയ്യും.
ഞാനിതൊന്നും ഉപയോഗിച്ചിട്ടില്ല, ബട്ട് നമ്മളിത് വായിച്ച് കണ്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഗെയിമിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെന്നാണ് ട്രാക്ക് ബോർഡ്. പിന്നെ തംവീല് അതിൻ്റെ ഇതാണ് തംവീല്. തമ്പ് കൊണ്ട് കൺട്രോൾ ചെയ്യുന്നതാണ്. മൗസും ഉണ്ടാവും, തമ്പ് നമുക്ക് കൺട്രോൾ ചെയ്യുകയും ചെയ്യാം. പിന്നെ ജോയിസ്റ്റിക് ആണ് കൂടുതലും എനിക്ക് തോന്നുന്ന ആൾക്കാർ ഗെയിമിങ്ങിനൊക്കെ ഉപയോഗിച്ചേക്കുന്ന സാധനം. പിന്നെ സ്റ്റൈലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഇപ്പോൾ എല്ലാം ഈ ടൈപ്പ് നമ്മളെല്ലാം ടച്ച് ടൈപ്പ് ടെക്നോളജി ആയതുകൊണ്ട് ഇതിൻ്റെ ഒന്നും വലിയ ആവശ്യമില്ല. പിന്നെ CPU, അപ്പം ഔട്ട്പുട്ട് ടെർമിനൽ കണ്ട്, ഇൻപുട്ട് ടെർമിനൽ കണ്ട്, ഇനിയുള്ളത് CPU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്തോ CPU ഫുൾ ഫോം, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഓക്കെ, നമ്മൾ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്നൊക്കെ പറയും. പലതരം പ്രോസസ്സറുകളുണ്ട്, 16 ബിറ്റ്, 32 ബിറ്റ്. ഇപ്പം മിക്കപ്പോഴും 64 ബിറ്റ് പ്രോസസ്സറുകളാണ് മിക്കതും ഏതെടുത്ത് കഴിഞ്ഞാലും. അപ്പം അതിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണോ? അതിൻ്റെ അകത്ത് ഓപ്പറേറ്റിംഗ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് ഉണ്ടാകാം. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ടോട്ടലായിട്ടുള്ള ഈ വർക്ക് സ്റ്റേഷനെ മാനേജ് ചെയ്തെടുക്കുക. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ALU എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, അവിടെയാണ് ഈ പറയുന്ന കാൽക്കുലേഷൻസ് ഒക്കെ നടക്കുന്നത്. എല്ലാം ഈ ബൈനറി ഫോമിലാണ് നമ്മുടെ ഈ ഡേറ്റ ഫുള്ള് ഇതിൻ്റെ അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. എല്ലാവരും ഇതൊന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു കഴിയുമ്പം പറയണം. വായിച്ചു സാർ. ഓക്കെ, ബാക്കി മനസ്സിലായാലേ ചോദിക്കുക. വായിച്ചു സാർ. മനസ്സിലായോ? എന്താ ഈ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാലും ബസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കുന്നതെന്നല്ല. കാരണം നിങ്ങൾ ഫ്യൂച്ചറിലാണെങ്കിലും ഒരിക്കലും മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള ജോബ് മാത്രമായിരിക്കില്ല ചെയ്യുന്നത്. പ്രോഗ്രാമിംഗ് ആയിട്ടുള്ളത് എന്തായാലും നമുക്ക് ചെയ്യേണ്ട അത്യാവശ്യമാണ്. ഇപ്പം കമ്പ്യൂട്ടർ ബേസ് ചെയ്തുള്ള ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കാമെങ്കിൽ നമുക്ക് ഒന്ന് മുട്ടി നിൽക്കാൻ പറ്റും. എനിക്കൊന്നും അറിയാവുന്ന കാര്യങ്ങളല്ല 100% ചോദിച്ചു കഴിഞ്ഞാൽ, ബട്ട് ചെറിയ ഒരു രീതിയിൽ വേഗമായിട്ടൊക്കെ പറഞ്ഞു തന്നെ നിൽക്കാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ നിങ്ങൾ എപ്പോഴും ഒരു ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് വേണം തിങ്ക് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, എന്ത് ഇതിൻ്റെ അകത്ത് ഗൗതം മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ, വേറെ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലേ? അഭിജിത്ത്
ഉണ്ട് സാർ. അഭിജിത്ത് പി, ഉണ്ട് സാർ. എയ്ഡൽ. പ്രസന്റ് സാർ. ഇല്ല, അറ്റൻഡൻസ് വിളിച്ചതല്ലടാ ഞാൻ. അല്ല, ഉണ്ട് ഞാൻ ഉണ്ട്, ഇടയ്ക്ക് ഓൺ ആക്കാറുണ്ട്. ഓക്കെ. എടാ നെക്സ്റ്റ് വീക്ക് ഞാൻ കാണത്തില്ല, ചിലപ്പം പകരം വേറൊരു സാറായിരിക്കും എടുക്കുന്നത്. പുതിയ തെർമലിന്റെ ഒക്കെ സാറന്മാർ വരുമ്പം അവരായിരിക്കും എടുക്കുന്നത്. ഓക്കെ സാർ അടുത്ത വീക്ക് അവധിയില്ലേ? അടുത്ത വീക്ക് തേഴ്സ്ഡേ മുതലല്ലേ അവധി? വെനസ്ഡേ വരെ ക്ലാസ് ഉണ്ട്. മോണ്ടി തേഴ്സ്ഡേ മുതലല്ലേ അവധി? കേറ്റുവിന്റെ അകത്ത് അങ്ങനെ കിടക്കുന്നത്, അതേലും കിട്ടിയാൽ മതി. തേഴ്സ്ഡേ മുതൽ എന്ന് വരെ അവധി? തേഴ്സ്ഡേ മുതൽ മൺഡേ വരെ ആയിരിക്കും. മൺഡേ അല്ല, സൺഡേ വരെ അവധി ആയിരിക്കും. മൺഡേ ക്ലാസ് കാണും, പിന്നെ ട്യൂസ്ഡേ ഇലക്ഷൻ അല്ലേ? 6-ാം തീയതി ഇലക്ഷൻ. 6-ാം തീയതി ഇലക്ഷൻ, അതുകൊണ്ട് 5-ാം തീയതി കാണും. ഉണ്ട്, ക്ലാസ് ഉണ്ടാവും. സാർ പിന്നെ ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ്സിന് എന്തെങ്കിലും പറ്റുമോ സാർ? ഉച്ച കഴിഞ്ഞ് ആരെങ്കിലും ക്ലാസ് എടുത്തോ അതിന്? ഉണ്ട്, ഞങ്ങൾക്ക് ടിനോ സാറിന്റെ ക്ലാസ് കഴിഞ്ഞു. എടാ, അത് കോംപ്രഹെൻസീവ് ക്ലാസ് ആയിട്ട് എടുക്കുന്നില്ലല്ലോ സാർ. ചില ക്വസ്റ്റ്യൻസ് പഠിക്കാനായിട്ട് ജസ്റ്റ് തരുന്നെന്ന് മാത്രമല്ലേ ഉള്ളൂ. ഒരവർ അല്ലേ ഉള്ളൂ? അല്ല, ഒരവറേ ഉള്ളൂ നോർമലി. ഒരവറേ ഉള്ളൂ. ടൈം ടേബിൾ അത് ചെറിയ മിസ്റ്റേക്ക്. ഒരവറേ ഉള്ളൂ. ഞാൻ ആ ടൈം ടേബിൾ ഇട്ടത്. സോ ഞാനത് ജസ്റ്റ് അങ്ങ് കാണിച്ചു. ഇപ്പൊ ഒരവർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കും സാറിനും അവൈലബിലിറ്റി 5-ാമത്തെ അവറാ തോന്നുന്നെങ്കിൽ 5-ാമത്തെ അവർ സാർ വന്നെടുക്കും. 6-ാമത്തെ അവറാണെങ്കിൽ സാർ 6-ാമത്തെ അവർ എടുക്കും. അത്രേ ഉള്ളൂ. ഇപ്പൊ ഏതെങ്കിലും ഫ്രീ പീരീഡ് ഒക്കെ നേരത്തെ വരുവാണെങ്കിൽ സാറ് ചിലപ്പോൾ ഉച്ചയ്ക്ക് എടുക്കാതെ രാവിലത്തെ ആ അവറിൽ എടുത്ത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ വേറെ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടോ ആർക്കെങ്കിലും? എക്സാംസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഹലോ, കുഴപ്പമില്ലായിരുന്നു സാർ. എല്ലാരും ജയിക്കത്തില്ലേ? ഡിപ്പെൻസ് ആണ് സാർ. സാർ മോമിനൊന്നും ടൈം തികഞ്ഞില്ല. ഇവര് 2.25 മണിക്കൂർ ആക്കിയത് കൊണ്ട്. 2.25 മണിക്കൂറാകുമ്പം അതിന് മാത്രമുള്ളത് എഴുതിയാൽ മതി. 70 മാർക്കിലല്ലേ അവരെടുക്കത്തുള്ളൂ. സാർ പക്ഷെ സമയം കുറച്ചത് ശരിയായിട്ടില്ല. ഒരു ലോഡ് ക്വസ്റ്റ്യൻ തന്നിട്ട് 2.25 അതല്ല, ക്വസ്റ്റ്യന്റെ രീതി എങ്ങനെയാന്ന് വെച്ചാൽ ഈ വാസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കുറച്ച് മാർക്കും, ചെറിയ ക്വസ്റ്റ്യൻസ് എല്ലാം വലിയ മാർക്കും ഇട്ടേക്കുന്നു. നോക്കാം നമുക്ക്. ഒത്തിരി കട്ടിയൊന്നും ആകത്തില്ല, ഇരിക്കാം. എനിക്കറിയില്ല, ഓരോ സാർമാരെ പോലെ ഡിപ്പെൻഡ് ചെയ്യും. സാർ ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫറിന്റെ ക്ലാസ് ഉണ്ടോ ഇന്ന്? 4th അവർ ആണോ? ചിലപ്പോ അത് ടിനോ സാർ എടുക്കുമായിരിക്കും. ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ എനിവേ ഇല്ല. ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫറും മെയിൻ്റെനൻസ് എഞ്ചിനീയറിംഗിന്റെയും ക്ലാസ് ഈ വരുന്ന 2 വീക്കും ഉണ്ടാകത്തില്ല. കാരണം അതിന്റെ സാറുമാർ വന്നിട്ടില്ല, പുതിയ സാറുമാരാ വരിക. നമ്മുടെ റോജർ സാർ പോയി, അഖിൽ സാർ പോയി, പിന്നെ ദീപ് സാർ പോയി. ഓപ്ഷണൽ സബ്ജക്ട് ഏതായിരുന്നു? ഇതിന്റെ അകത്ത് മെയിൻ്റെനൻസ് എഞ്ചിനീയറിംഗ് ആണ് ഇലക്ടീവ് ആയിട്ടുള്ളത്. മെയിൻ്റെനൻസ് എഞ്ചിനീയറിംഗ് അത് എളുപ്പമാണ്, ജയിച്ചോളും, പാടുള്ളതൊന്നുമല്ല. ഞാൻ പിന്നെ 2 വീക്ക് ലീവ് ആയിരിക്കും. നമുക്ക് തീർക്കാൻ പറ്റുന്നിടത്തോളം തീർക്കണം. സാറേ വാല്യുവേഷൻ ലിബറൽ ആയിരിക്കും? അറിയില്ല, ഞാൻ എന്തായാലും ലിബറായിട്ടൊക്കെ നോക്കാറുള്ളൂ സാധാരണഗതിയിൽ. അത് ഓരോ സാറുമാരെ ഡിപ്പെൻഡ് ചെയ്യും, നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ജനറലായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഒന്നും ആർക്കും കൊടുക്കത്തില്ല. കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചില കോളേജിലെ സ്റ്റുഡൻസിനൊക്കെ ചിലപ്പോൾ കൂടുതൽ മാർക്ക് കിട്ടിയെന്ന് വരാം. ചില കോളേജിലെ സ്റ്റുഡൻസ് ചിലപ്പോൾ തോറ്റുപോയെന്ന് വരാം, പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ പ്രോഗ്രാമിങ്ങിനോട് ചെറിയ തോതിലുള്ള ഒരു ഇൻട്രസ്റ്റ് കാണിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. കാരണം ഇത് കഴിഞ്ഞ് ചിലരെങ്കിലും ഈ MSc ചെയ്യാനോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യാനോ ഒക്കെ താല്പര്യമുള്ളവരുണ്ടായിരിക്കാം. ചിലർ PhDക്ക് 1-2 പേരെങ്കിലും പോകുമായിരിക്കാം. അതിനൊക്കെയുള്ള കഴിവുള്ളവരൊക്കെ ഉണ്ട് ഇവിടെ. സോ നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ എപ്പോഴും നമ്മളൊരു എക്സ്ട്രാ സ്കില്ല് ഉണ്ടാകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല കാര്യമല്ലേ. അപ്പം ഈ കോഴ്സേറ പോലത്തെ സൈറ്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അങ്ങനത്തെ യൂട്യൂബിലൊക്കെ ഫ്രീ ചാനലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എവിടെയെങ്കിലുമൊക്കെ കയറി ഫ്രീ ടൈമിൽ ഞാൻ നിങ്ങളുടെയൊക്കെ വാട്സാപ്പ് സ്റ്റാറ്റസുകളൊക്കെ കാണാറൊക്കെ ഉള്ളതാണ്. നിങ്ങളീ കണ്ട ക്രിക്കറ്റ് സ്റ്റാർസിനെയും ഫിലിം സ്റ്റാർസിനെയും ഒക്കെ ഫോളോ ചെയ്യുന്നതിനേക്കാളും ഫ്രീ ടൈമിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി. ആഴ്ചയിൽ ഒരു മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എടുക്കുന്ന എക്സ്ട്രാ 1 hour എന്നൊക്കെ, ആഴ്ചയിൽ 1 hour എന്ന് ഞാൻ പറയുന്നത്, 1 hour എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ട് മാറും ഫ്യൂച്ചറിൽ. ക്രിക്കറ്റ് കളിക്കാർ കാശ് വാങ്ങി പോകും, സിനിമാ താരങ്ങളും കാശ് വാങ്ങി വണ്ടി മേടിച്ച് അവരും പോകും. സോ അറ്റ് ദ എൻഡ് വി ഹാവ് ടു ലീവ് അവർ ലൈഫ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഓക്കെ, ചിലപ്പം ഈ കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പം ഞാനും ചിലപ്പോൾ ഇവിടെ നിന്നൊക്കെ പോയെന്ന് വരാം. സോ ചിലപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിപ്പം പറയുന്നതായിരുന്നു. എല്ലാവരും ഒക്കെ ഉണ്ടല്ലോ, ആദ്യത്തെ ക്ലാസ് ഒക്കെ ആയതുകൊണ്ട് ആർക്കും അത്ര ബോറ് കാണത്തില്ല. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ബോറിംഗ് ഒക്കെ തുടങ്ങാം ചിലപ്പം. എനിവേ, ഞാൻ അടുത്ത സ്ലൈഡ് കാണിക്കാം. ഇനിയും സെക്കൻഡറി സ്റ്റോറേജ് ആണ്. ഇത് പ്രൈമറി സ്റ്റോറേജ് CPU ഒക്കെ കഴിഞ്ഞു. ഇനി സെക്കൻഡറി സ്റ്റോറേജ് ചെയ്യുന്ന ഡിവൈസുകൾ. അപ്പം പല രീതിയിൽ നമുക്ക് റാമും ഉണ്ട്, റോമും ഉണ്ട്. അതായത് എന്തുവാ റാം എന്തായിരുന്നു, റാൻഡം ആക്സസ് മെമ്മറി, മറ്റേത് റീഡ് ഒൺലി മെമ്മറി എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട്. നമ്മുടെ മെയിനായിട്ടുള്ള ഇതിൻ്റെ എന്തുവാ സ്റ്റോർ ചെയ്യുന്ന മെമ്മറി. ഓക്കെ, അപ്പം അതിൻ്റെ കാര്യങ്ങളാണ് ഈ എഴുതി വെച്ചേക്കുന്നത് സെക്കൻഡറി സ്റ്റോറേജിൻ്റെ അകത്ത്. ഇതൊക്കെ പണ്ട് കാലത്തേതാണ്, ഈ മാഗ്നറ്റിക് ടേപ്പ്. ഇപ്പോൾ ഇതൊന്നും ഉപയോഗിക്കാറില്ല. ഇപ്പോൾ എല്ലാം നമ്മുടെ SSD ഒക്കെയാണ്, സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് ഒക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, വില കൂടുതലാണെങ്കിൽ പോലും. ഇതൊക്കെ പണ്ട് ആദ്യകാലത്തെ സാധനമാണ്. ഈ പഞ്ചിൻ്റെ ടേപ്പ് റീഡർ എന്നൊക്കെ പറയുന്നത് ആദ്യകാലത്ത് ഫോർട്രാൻ എന്നൊക്കെ പറയുന്ന സോഫ്റ്റ്വെയർസ് ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് നാസയിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സാധനമായി പഞ്ചിൻ്റെ ടേപ്പ് റീഡേഴ്സ് ഒക്കെ, എല്ലാ കാർഡുകളും ഒക്കെ. ഇപ്പോഴതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇതെല്ലാം പലതരം ഡിസ്കുകളുണ്ട്. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ, ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇൻ കേസ് എങ്ങാനും ചോദിച്ചാൽ എഴുതാൻ വേണ്ടി മാത്രം സ്ലൈഡിൽ ഇത് ഉൾപ്പെടുത്തിയേക്കുന്നതേ ഉള്ളൂ. ഇതൊന്നും പഠിച്ച് വെറുതെ സമയം കളയണ്ട, പക്ഷേ അറിഞ്ഞിരിക്കുക. നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു എന്തുവാ റഫായിട്ട് നമുക്കൊരു വ്യൂ കിട്ടും. ആ രീതിയിൽ അറിഞ്ഞാൽ മതി ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെന്തുവാണ് ഈ സ്റ്റോറേജ്, എന്തിനാണ് സെക്കൻഡറി സ്റ്റോറേജ്? അത് നമുക്കറിയാം. പെർമനൻ്റ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ, ഡേറ്റകൾ ബാക്കപ്പ് ചെയ്ത് വെക്കാനായിട്ട്. ഓക്കെ, സോ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പം അങ്ങനെ നമ്മൾ കൂടുതലും ഡേറ്റ സ്റ്റോറേജിനേക്കാളും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്ലൗഡ് ഡേറ്റകളിലാണ്. നമുക്ക് ഓരോരോ കമ്പനികൾ നമുക്ക് ക്ലൗഡ്, ഇപ്പം ഗൂഗിൾ എടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവ് നമുക്ക് സ്പേസ് 15 GB തരുന്നുണ്ട് ഒരു ഗൂഗിളിൻ്റെ ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതുപോലെ നമുക്ക് വേണം മേടിക്കാം 500 GB 1000 GB വരെയൊക്കെ നമുക്ക് മേടിക്കാം. ശകലം കാശേ ആകത്തുള്ളൂ. നമ്മളാരും അത് മേടിക്കാറില്ല ഒബ്വിയസ്ലി. നമ്മളൊരു എണ്ണം ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മെയിൽ ID-യിലോട്ട് പോകും, അത് വേറെ കാര്യം. ബട്ട് നമുക്ക് ഫ്യൂച്ചറിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരാൻ പോവുക. ചെറിയ ഈ മെമ്മറി ഒന്നും നമ്മൾ കൊണ്ട് നടക്കാതെ കൂടുതലും നമ്മൾ ഈ പ്രോസസ്സിങ് മാത്രമായിരിക്കും നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടാവുക. പ്രോസസ്സിങ്ങും റാമും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്തെടുക്കാനോ പെട്ടെന്ന് ആക്സസ് ചെയ്യാനൊക്കെ വരും. കാരണം ഇൻ്റർനെറ്റിൻ്റെ സ്പീഡൊക്കെ ഇനി 5G ആവും, 6G ആവും. ഓരോരോ ടെക്നോളജി വരുന്നതിനനുസരിച്ച് എല്ലാം ചേഞ്ച് ചെയ്യും. ജസ്റ്റ് ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇതൊക്കെ പഴയ ബേസിസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ അടുത്തത് ഗ്രാഫിക് ഔട്ട്പുട്ട് ഡിവൈസസ്, സോഫ്റ്റ് കോപ്പി, ഹാർഡ് കോപ്പി. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം. ഹാർഡ് കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിന്റ് ചെയ്തെടുക്കുന്ന പേജിലുള്ള സാധനം. സോഫ്റ്റ് കോപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അഡോബ് PDF-ൽ റീഡറിൻ്റെ അകത്ത് റീഡ് ചെയ്യുന്ന സാധനം. ഓക്കെ, പ്രിന്ററുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. പലതരം പ്രിന്ററുകളുണ്ട്. ഇപ്പോൾ ഈ ഡോട്ട് മെട്രിക്സ്, ഇങ്ക്ജെറ്റ് ഒന്നും തന്നെ ഉപയോഗിക്കാറില്ല. കൂടുതലും ലേസറും ഇങ്ക്ജെറ്റ് ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഡോട്ട് മെട്രിക്സ് ഒന്നും ഉപയോഗിക്കാറില്ല. വളരെ ടൈം എടുക്കുന്ന സാധനം അതൊക്കെ. ലേസർ പ്രിന്റേഴ്സും ഒക്കെയാണ് ഇപ്പോൾ എല്ലാം യൂസ് ചെയ്യുന്നത്.
നിങ്ങൾ അതിന്റെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഈ ക്യാഡിന്റെ ഈ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് വന്നിട്ടുള്ള ചേഞ്ചുകളാണ് നിങ്ങൾ ഈ സ്ലൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റുന്നത്. ആദ്യകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ, പിന്നെ പ്രോഗ്രസീവായിട്ട് വരുമ്പം നമ്മുടെ ലേസറും തെർമൽ പ്രിന്റേഴ്സ്. ഈ തെർമൽ പ്രിന്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. നമ്മുടെ എവിടെ തെർമൽ പ്രിന്റർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കടയിലൊക്കെ അല്ലേ? കടയിൽ നമ്മുടെ ക്യാൻറ്റീനിലുണ്ട് ഈ സാധനം. നമ്മുടെ ക്യാൻറ്റീന് ബില്ല് അടിച്ചു തരുന്ന തെർമൽ ടൈപ്പ് പ്രിന്ററാണ്. ചേച്ചിയമ്മ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു പേപ്പർ ഉണ്ട്. ആ പേപ്പറിൽ വേണ്ടഡ് ആയിട്ടുള്ള സെലക്റ്റീവായിട്ടുള്ള സ്ഥലത്ത് മാത്രം ഹീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ സാധനം പ്രിന്റ് ചെയ്ത് തരും. ഓക്കെ, ചെറിയ കടകളിലും എല്ലാം ഉണ്ട് ഇത്. നമ്മുടെ എല്ലാ സ്റ്റോറുകളിലും ഉണ്ട്. ലേസർ പ്രിന്ററാണ് പ്രധാനമായിട്ട് ഇപ്പം നമ്മളെല്ലാം മെയിൻ പ്രിന്റിങ്ങിനെല്ലാം ഉപയോഗിക്കുന്നത്. കോസ്റ്റ് വളരെ കൂടുതലാണ്. കാര്യം ചെറിയ പ്രിന്റർ ആണെങ്കിലും ഇതൊക്കെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ ടെക്നോളജികളെല്ലാം. പിന്നെ പ്ലോട്ടർ. സോ ജസ്റ്റ് ഇതൊക്കെ കണ്ടിരുന്നാൽ മതി എന്തായാലും. ഇതെല്ലാം ഔട്ട്പുട്ട് ഡിവൈസുകളാണ്. ഔട്ട്പുട്ട് നമ്മളെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. ഇത് ഈ പ്ലോട്ടർ ഉപയോഗിക്കുന്നത് വലിയ ക്യാഡ് ഡ്രോയിങ്ങുകളൊക്കെ നമ്മളെ പ്രിന്റ് ചെയ്തെടുക്കാൻ വേണ്ടി. സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതാ മനോഹരം എന്ന് പറയുന്ന സിനിമയ്ക്കകത്തില്ലേ ആ പ്രിന്റ് ചെയ്യുന്ന സാധനം? അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലോട്ടറാണ്. സോ പിന്നെ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഓടിക്കുവാണ്, ഒന്നും ആവശ്യമില്ല. ഞാൻ നേരത്തെ എടുത്ത് കളയേണ്ടതായിരുന്നു. സോ ഓക്കെ, അപ്പം ഇനി പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമുക്കൊരു 3D മോഡൽ വേണ്ടത്? എന്തിനാണ് നമുക്കൊരു 3D മോഡൽ വേണ്ടത്? നമ്മളൊരു സാധനം ഡിസൈൻ ചെയ്യുമ്പോൾ എന്തുകൊണ്ട്? ഞാൻ ഇപ്പം തന്നെ പലതവണ പറഞ്ഞു, ബട്ട് നിങ്ങൾ മനസ്സിലായ രീതിയിലൊന്ന് പറയാമോ ആരേലും? സൂരജ്, ഹലോ സൂരജ് കേൾക്കുന്നുണ്ടോ? സൂരജ് ഇറങ്ങി ഓടിയോ? ഇല്ല സർ, ഞാൻ എന്റെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്തപ്പോ കട്ടായി. ഹെഡ്സെറ്റ് കണക്ട് ചെയ്തപ്പോ കേൾക്കുന്നില്ലേ? ബട്ടൺ എണീറ്റതേ ഉള്ളോ സൂരജ്? ഞാൻ ഇത്ര നേരം ഉണ്ടായിരുന്നു. ഞാനില്ലേ സാറിന് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചപ്പോ കുഴപ്പമില്ല. ആണോ? ഞാൻ ആ സ്ക്രീനിൽ ഇതിന്റെ ടാഗ് നോക്കും. ഞാൻ PPT മാത്രം, അതിന്റെ PPT മാത്രമേ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ടീംസിന്റെ അകത്ത് ആരാ മിണ്ടുന്നത് നോക്കുന്നില്ലായിരുന്നു. ഓക്കെ, അല്ല ഉറങ്ങി എണീറ്റ പോലെ എനിക്ക് തോന്നി. ഓ അല്ല സർ, ഞാൻ ഹെഡ്സെറ്റ് കണക്ട് ചെയ്തപ്പോ പെട്ടെന്ന് അതിന്റെ ബട്ടൺ എന്തോ. സോ അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ എന്തിനാണ് ഒരു 3D മോഡൽ വരയ്ക്കേണ്ട ആവശ്യകത എന്തുവാണ്? ശരിക്കും ഒരു ഡിസൈൻ പ്രൊസീജിയറിൽ ഇപ്പം പറഞ്ഞു നമ്മൾ ജോമെട്രിക് മോഡലിംഗ് ഒക്കെ ചെയ്യണം. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ജോമെട്രിക് മോഡലിംഗ് ചെയ്യേണ്ട ആവശ്യകത? Why do we need to draw a 3D model or draft a 3D model? എന്ത് സൂരജ്? അല്ല വേണ്ട, സൂരജ് വേണ്ട, ശരത്ത് പറ. ശരത് കുമാറേ, ശരത്തില്ലേ? ശരത്ത് ജോയിൻ ആയിട്ടില്ല. നല്ല കാര്യം. ഓക്കെ, സാറല്ലേ, ഇത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു, ബട്ട് വായിച്ച് നോക്കിക്കോ. നമുക്കിത് നമ്മളൊരു കൺസെപ്റ്റ് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയാൽ, അല്ലെങ്കിൽ നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് അതുമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലിംഗ് ആഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആ ഡിസൈൻ, അല്ലെങ്കിൽ നമ്മുടെ തലയിലുള്ള ആ കൺസെപ്റ്റ് അത് ശരിയാണോന്ന് പരിശോധിക്കാനോ, അല്ലെങ്കിൽ അതിന് ഓൾട്ടർനേറ്റീവായിട്ട് വേറെ എന്തെങ്കിലും ഒരു ഡിസൈൻ കൊണ്ടുവരാനോ ഒക്കെ പറ്റണമെങ്കിൽ നമ്മളൊരു സാധനം വരച്ച് നോക്കണം. അതുകൊണ്ടാണ് നമ്മൾ 3D മോഡൽ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു 3 ഡയമെൻഷണൽ മോഡൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് മാസും വോളിയം ഒക്കെ കൊടുത്ത് അതിനെ റിയൽ ലൈഫ് കണ്ടീഷനിൽ അതിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. പലതരം അനാലിസിസുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അനാലിസിസുകൾ ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ അതിനെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്നിട്ട് ഫൈനലായിട്ടൊരു ഡിസൈനിലോട്ട് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. അപ്പം അത് തന്നെയാണ് നമ്മൾ 3D മോഡൽ വരയ്ക്കാനുള്ള റീസൺ. ഓക്കെ, അപ്പം 3D മോഡൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം റിയൽ ലൈഫായിട്ടുള്ള കണ്ടീഷൻസ് നമുക്ക് അനലൈസ് ചെയ്യാം, നമുക്ക് മോഷൻ അനാലിസിസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ്ലി നമുക്ക് മാനുഫാക്ചറിങ്ങിലോട്ട് കൊടുക്കാം. പിന്നെ ഇത് നമ്മളെപ്പോഴും ഒരു സാധനം തലയിലുള്ള ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ആ സാധനം നമ്മൾ ഡ്രോ ചെയ്തെടുത്തിട്ട് ആ സാധനം പരിശോധിച്ചിട്ട് വേണ്ടെങ്കിൽ അതിൻ്റെ അത് വേണ്ട ചേഞ്ചസ് വരുത്തി
റിയൽ ആയിട്ടുള്ള മോഡൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അല്ലെങ്കിൽ ഒത്തിരി കോസ്റ്റ് നഷ്ടമാവും. ഒരു സാധനം മാനുഫാക്ചർ ചെയ്ത് അത് ശരിയല്ല, അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുള്ളതൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോയാൽ ഒത്തിരി ടൈം എടുക്കും. ഓക്കെ, അപ്പം ഇതൊക്കെ ഈ പറയുന്ന റീസൺസ് കൊണ്ടൊക്കെയാണ് നമ്മൾ 3D മോഡൽ അല്ലെ ജോമെട്രിക് മോഡലിങ് ഒരു ഡിസൈൻ പ്രൊസീജിയറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇത്രയും എല്ലാവരും ഒന്ന് വായിച്ചേ. വായിച്ചു കഴിയുമ്പോൾ പറയണേ. കാണാമല്ലോ എല്ലാവർക്കും? യെസ് സർ, കാണാം സർ. വായിച്ചു കഴിയുമ്പോൾ പറയണേ. സാർ വായിച്ചു കഴിഞ്ഞു. മനസ്സിലായോ? സാർ. ഓക്കെ, എന്തെങ്കിലും ക്ലാരിറ്റി വരുത്താനുണ്ടോ? എടാ, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ആ ഫീസ് അടയ്ക്കാനുള്ളവർ ഒന്ന് പേരൻസിനോട് പറഞ്ഞ് പറ്റുന്ന അത്രയും നേരത്തെ ചെയ്യണേ. അല്ലെങ്കിൽ ഇവിടെ വന്ന് ഓഫീസിൽ വന്ന് സംസാരിക്കുമെങ്കിലും ചെയ്യണേ. ഓക്കെ, ഞാൻ ഓരോരുത്തരെയും ഇൻഡിവിജ്വലി മിക്കവരെയും ഞാൻ മെസ്സേജ് ചെയ്തായിരുന്നു ഇന്നലെ. പക്ഷെ ആർക്കൊക്കെ മെസ്സേജ് ചെയ്തെന്ന് എനിക്ക് പറയില്ല, കാരണം എൻ്റെ ഫോൺ ഇന്നലെ ഹാങ് ആയി. ഞാനിപ്പോൾ അത് മുഴുവൻ ഇത് ചെയ്തു. സോ അതുകൊണ്ട് ഞാൻ കോമൺ ആയിട്ട് പറയുന്നു. ഓക്കെ എടാ, പിന്നെ നിങ്ങൾക്ക് ലിങ്ക്ഡിൻ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ അറിയാവോ? ലിങ്ക്ഡിൻ അറിയാം സർ. എല്ലാവർക്കും അറിയാവോ? എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അതോ ഒരു 3-4 പേർക്ക് അറിയത്തുള്ളൂ? അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ കയറി നിങ്ങൾ ഓരോ പ്രൊഫൈലുകൾ ഉണ്ടാക്കിയിടുക തൽക്കാലത്തേക്ക്. ഓക്കെ, എപ്പോഴും പ്രൊഫൈലുകൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നിങ്ങൾ നല്ല കോട്ടിലുള്ള പ്രൊഫൈലൊന്നും ഉണ്ടാക്കണമെന്നൊന്നുമില്ല. സാധാരണ ഒരു നല്ലൊരു ഫോട്ടോ എടുത്തൊക്കെ ഇട്ടുകൊണ്ട് പ്രൊഫൈൽ ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ കണക്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ കൂട്ടുകാരെ അല്ല കണക്ട് ചെയ്യേണ്ടത്. ഒബ്വിയസ്ലി കൂട്ടുകാരെ നമുക്ക് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഉണ്ട്. കൂട്ടുകാരൻ വേണ്ടെന്നല്ല, പക്ഷെ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പ്രൊഫഷണലി ഇപ്പം ഏതെങ്കിലും ഒരു കമ്പനിയുടെ സിഇഒയോ ഏതെങ്കിലും കമ്പനിയുടെ മാനേജറോ ഒക്കെ കാണും. അവരെയൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക. ചിലരൊക്കെ നമ്മളോട് സംസാരിക്കാനായിട്ട് താല്പര്യം കാണിക്കും, ചിലർ താല്പര്യം കാണിക്കത്തില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്നതിനനുസരിച്ച് നമുക്ക് ശരിക്കും റിയൽ വേൾഡ് ഇൻഡസ്ട്രിയിൽ എന്താ നടക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അപ്പം പറ്റുന്നവരൊക്കെ അതിൻ്റെ അകത്ത് കയറി ഒരു പ്രൊഫൈലൊക്കെ സ്റ്റാർട്ട് ചെയ്യുക, ഇല്ലാത്തവർ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ അറ്റൻഡൻസ് എടുത്തിട്ട് ഞാൻ വിടാം. അഭിജിത്ത് എ പ്രസൻസ്. എയ്ഡൽ അനന്തു എസ് പ്രസന്റ് സാർ. അശ്വിനോ നായർ പ്രസന്റ് സാർ. ബ്ലിസ് പ്രസൻസ് സാർ. ആൽവിൻ പറഞ്ഞില്ല. അല്ല, ഞാൻ വിളിക്കാവിടാ. ഞാൻ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് വായിച്ചു തരാം. ദേവ്ജി പ്രസന്റ് സാർ. ഹനീഷ് ജിൻസ് ഉണ്ടോ? ഉണ്ട് സാർ. പ്രസന്റ് ആണ്. അഭിജിത്ത് പി. കേട്ട് അഭിജിത്ത് പി. ആൽവിൻ സാർ. അഭിജിത്ത് കേട്ടോ. പ്രസന്റ് സാർ. ആൽവിൻ പ്രസന്റ് സാർ. അനൂപ് ചാണ്ടി, അശ്വിൻ റിസാദ്, പ്രസന്റ് സാർ. ബോണി ഷിബു, പ്രസന്റ് സാർ. ഫിനോറ്റി വർഗീസ്, പ്രസന്റ് സാർ. ജയകൃഷ്ണൻ, പ്രസന്റ് സാർ. ജിത്തു കൃഷ്ണ. പ്രസന്റ് സാർ. സോ ആബ്സെന്റീസ് എന്ന് പറയുന്ന ഹനീഷ് കുമാർ മാത്രം തൽക്കാലം. ഓക്കെ, ഫസ്റ്റ് ബാച്ചിൽ ഹനീഷ് ആബ്സെന്റ്.
സെക്കൻഡ് ബാച്ച് ജോൺ ജെ. ജോൺ ജെ. കിരൺ വയ്യർ. കിരൺ ഉണ്ടോ? കിരൺ. കിരൺ വയ്യസ്. കിരൺ ഇല്ല ഇതിൻ്റെ അകത്ത്. കിരണെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ, പറയാൻ പറ്റുന്നില്ല എങ്കിൽ. ഇത് ഇടയ്ക്ക് അവിടെ കണ്ടായിരുന്നു, അൺമ്യൂട്ട് ചെയ്യാനൊക്കെ ഉള്ളത്. ആ ഓക്കെ. കിരണിന്റെ മൈക്രോഫോണ് പ്രോബ്ലം ഉണ്ടോ? ഓക്കെ. ലെറിൻ വർഗീസ്. ലെറിൻ. മുഹമ്മദ് റോഷൻ. റോഷൻ ആണോ? ലെറിൻ പ്രസന്റ് ആണോ? ശരത് കുമാർ എസ്. ഓക്കെ ഓക്കെ. ശരത് കുമാർ എസ്. ശരത് ഉണ്ടോ? ഹലോ. സൂരജ് കുമാർ. സുവിൻ. ടിവിൻ. ടിവിൻ കേറിയിട്ടില്ലല്ലോ. വിഷ്ണു. കമർ റഷീദ്. ലെവിൻ മാത്യു. ഹലോ സാർ. എടാ ഞാൻ വിളിക്കാവേ, ഒരു മിനിറ്റ്. അല്ല സാർ ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. മിലൻ റോയ്. മിലൻ. റിച്ചു പ്രഭ. സാർ. ഷോൺ. പ്രസന്റ് സാർ. സ്റ്റെഫി. സ്റ്റെഫി ഫിലിപ്പ്. തോമസ് സിബി. പ്രസന്റ് സാർ. ഗൗതം. പ്രസന്റ് സാർ. Absentees Sharad Kumar, Tivin, Steffi and Hanish. ഓക്കെ. എടാ അപ്പം നമുക്ക്, ഞാൻ ചിലപ്പം ക്ലാസ് എടുക്കും തിങ്കളാഴ്ച, ചിലപ്പോൾ എടുക്കത്തില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും എടുക്കുന്നത്. ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം, ഇല്ലെങ്കിൽ ഞാൻ സ്ലൈഡ് അയച്ചു തരാം, നിങ്ങൾ വായിച്ച് നോക്കുക. കാരണം എനിക്ക് നെക്സ്റ്റ് വീക്ക് ഒരു സർജറി ഉണ്ട്. സോ അത് കഴിഞ്ഞ് 2 വീക്ക് ഞാൻ ലീവ് ആയിരിക്കും, ചിലപ്പോൾ സംസാരിക്കാൻ പറ്റത്തില്ല. സോ എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ എടുക്കും, ഇല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അത് കഴിയുമ്പം കാണാം. ഓക്കെ സാർ. ഓക്കെ, അപ്പോൾ ശരി, ബൈ. Thank you, sir.